നമ്മളോടൊപ്പം അസോസിയേഷൻ ചെയ്യുന്ന ആൾക്കാരുടെ ലൈഫും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആയിരിക്കുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ടാവണം. അത് എപ്പോഴാണ് നമ്മൾക്കത് വരിക? നമ്മൾ സ്ഥിരമായിട്ട് ഇതിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടും നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ടും പ്രൊഡക്റ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ആ ഒരു വിഷമം മാറിക്കിട്ടും. കാരണം നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന സിനിമാ താരങ്ങൾ പറയുന്ന പ്രൊഡക്റ്റിനേക്കാളും നല്ല പ്രൊഡക്റ്റ് ആണെന്നുള്ള വിശ്വാസം നിങ്ങളിലേക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അവരോട് പറഞ്ഞ് നമുക്ക് വില വെക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ ഈ വാങ്ങിച്ച പ്രൊഡക്റ്റ് കൊള്ളാം, കൊടുത്ത പൈസക്ക് മുതലായി, കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുണ്ടോ? പിന്നെ കണ്ടിന്യൂ ഉള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിലുള്ള ഫാമിലികളെ പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ടോ? അതിൽ വിജയിച്ച ആൾക്കാരെ കാണാൻ സാധിക്കുന്നുണ്ടോ? വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കുന്നുണ്ടോ? പിന്നെ ഓരോ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാവും. ഇന്നലെ നമ്മുടെ തൃശ്ശൂരും ഇന്ന് തലശ്ശേരിയും നമ്മുടെ EDS നടക്കുകയാണ്, ഓൺട്രപ്രണർ ഡെവലപ്മെന്റ് സെമിനാർ. കർണാടകത്തിലുള്ള ഒരു മുല്ലപ്പൂ വിറ്റുകൊണ്ടിരുന്ന ഒരു ബസ്സിലൊക്കെ മുല്ലപ്പൂ വിറ്റു, ബസ് സ്റ്റാൻഡിലൊക്കെ മുല്ലപ്പൂ വിറ്റുകൊണ്ടിരുന്ന ഒരാൾ ഇന്ന് തൃശ്ശൂരും തലശ്ശേരിയൊക്കെ വന്നിട്ടുണ്ട്. 3 വർഷം കൊണ്ട് ഒരു മാസത്തെ വരുമാനം 5 ലക്ഷം രൂപയാക്കിയിരിക്കുന്ന മുല്ലപ്പൂ കച്ചവടക്കാരൻ. വൈഫ് മുല്ലപ്പൂ കോർക്കും, അദ്ദേഹം അത് കൊട്ടയിലിട്ട് നടന്ന് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു 5 വർഷം മുന്നേ ഈ ബിസിനസ്സിൽ വന്ന സായി റെഡ്ഡി എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് 5 ലക്ഷത്തിന് മേലെ വരുമാനം വാങ്ങിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം അടുത്ത വർഷം 10 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുക, BMC വെസ്റ്റീജ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആവുക എന്നുള്ള സ്വപ്നമായിട്ട് ആ മുല്ലപ്പൂ കച്ചവടക്കാരൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 വർഷം കൊണ്ട് ഇതിന്റെ ഹയസ്റ്റ് പിന്നെത്തി. ഇന്നിപ്പോ 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ചെയ്തതും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം തന്നെയാണ്. ഇന്നലത്തെ സെഷൻ അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും അവർക്ക് അറിയാൻ പറ്റും. അദ്ദേഹം ചെയ്ത കാര്യം ഇത് തന്നെയാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യമാണ്, നിങ്ങളും ചെയ്യാനുള്ളത് അത് തന്നെയാണ്. അപ്പൊ ആദ്യം ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുക, രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആൾക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള പൈസ കുറച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് നോക്കുക. എന്തിനും അങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മൾ പല കമ്പനികളിലും കണ്ടിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഫോറെവർ അല്ലെങ്കിൽ ഫിജി കാർഡ് അല്ലെങ്കിൽ മൈ ലൈഫ്, പല കമ്പനികളും കണ്ടിട്ടുണ്ടാവും ബൾക്കായിട്ട് കുറേ സാധനങ്ങൾ നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നത്. ചിലപ്പോൾ വെസ്റ്റേജ് കമ്പനിയിലെ ആൾക്കാർ പോലും ബൾക്കായി സാധനം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ ഒരു ബൾക്ക് പർച്ചേസിങ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പിന്നെ നിങ്ങളെ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവില്ലെന്ന് അവർക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ്. അല്ല, ഇതിലുള്ള സ്വപ്നയോട് ഞാൻ പറയുകയാണ്, 30,000 സാധനം വാങ്ങി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വപ്ന ബിസിനസ് ഇല്ലാന്ന് തന്നെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടോ? കാരണം ഈ 30,000 സാധനം വാങ്ങിക്കുന്നതിന് ഉള്ളിലൊരു പേടിയേ വരും. അയ്യോ 30,000 പോകുമെന്നുള്ള പേടി. പിന്നെ ഈ പ്രോഡക്റ്റ് എന്തിനാ ഉപയോഗിക്കണമെന്ന് അവർക്ക് അറിയത്തില്ല. ഇത് വാങ്ങിച്ചു കൊടുത്ത ചങ്ങായിക്കും ഇത് പറഞ്ഞു കൊടുക്കാൻ സമയം ഉണ്ടാവില്ല. അദ്ദേഹം അടുത്ത പുതിയൊരാളെ കണ്ടുപിടിക്കാൻ നടക്കുന്നുണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് ഒരു സ്പെഷ്യലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ആക്കി കൊടുത്ത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത് ബിസിനസ് ചെയ്യാൻ. ഒരു സോപ്പും ഒരു പേസ്റ്റെങ്കിലും വാങ്ങിച്ച് നോക്കിയിട്ട് ഈ കമ്പനിയെ വിലയിരുത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഒരു നല്ല കസ്റ്റമറായി നിൽക്കാൻ പറയുന്നത്. കാരണം ഒരു സോപ്പും പേസ്റ്റും വാങ്ങിക്കാൻ ആർക്കും പറ്റും. 50 രൂപ കൊടുത്ത സോപ്പും ഒരു 72 പേസ്റ്റും വാങ്ങിക്കാൻ ആർക്കും പറ്റും, അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടി. ക്വാളിറ്റി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാം. ഈ നമ്മുടെ പേസ്റ്റിന്റെ വില ഇപ്പം 63 രൂപയാണെങ്കിൽ 63 രൂപയ്ക്ക് നമ്മുടെ മാർക്കറ്റിലെ ലോക്കൽ പേസ്റ്റിന് പോലും 63 രൂപയുണ്ട്. ലോക്കൽ പേസ്റ്റിന് പോലും 63 രൂപയുണ്ട്. ഏതൊരു സാധാരണക്കാരനും വാങ്ങിക്കുന്നത് 100 ഗ്രാം പേസ്റ്റിന്റെ വില 63-65 രൂപയുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വില കൂടുതൽ നമുക്ക് അവിടെ ഫീലിങ്സ് വരുന്നില്ല. മാർക്കറ്റിലുള്ള നല്ല പ്രൊഡക്റ്റുമായിട്ട് കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ വില വളരെ കുറവാണ്. ഉപയോഗിച്ച് നോക്കുമ്പോൾ ആ വ്യത്യാസം നമുക്ക് മാറി. ഇത് നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് എക്സൈറ്റ്മെന്റ് വരും. കാരണം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന്റെ സന്തോഷം നമുക്ക് എക്സൈറ്റ്മെന്റ് ആയിട്ട് വരുന്നുണ്ട്. ആരെങ്കിലും നിരുത്സാഹപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് പറയാം, ഒക്കെ നീ ചെയ്യണ്ട, നീ ഉപയോഗിക്കണ്ട, വിട്ടേക്ക് എന്ന് പറയാൻ നമുക്കുള്ളൊരു കോൺഫിഡൻറ്റ് വരണം. എന്നോടൊരാളും കളിയാക്കാനോ നിരുത്സാഹപ്പെടുത്താനോ എനിക്ക് വരാറില്ല. ഞാൻ വളരെ സീരിയസ് ആയിട്ടും എൻ്റെ ലൈഫായിട്ട് എൻ്റെ ഫാമിലിയുടെ കൂടെ അതേപോലെ ഇമ്പോർട്ടൻസ് ഞാൻ ബിസിനസ് കൊടുക്കാറുണ്ട്. അത്രയും സീരിയസ് ആയിട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ 8 വർഷത്തോളം ബോംബെയിൽ ഗോദ്രേജിൽ വർക്ക് ചെയ്തതാണ്. അതിനുശേഷം ദുബായിൽ 21 വർഷമായി ജോലിയും ചെയ്തിട്ടുണ്ട്, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തിട്ടുണ്ട്. 2 മേഖലയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ കിട്ടിയിരിക്കുന്ന എൻ്റെ ഈ ഇത്രയും പ്രായത്തിൽ 46 വയസ്സ് കഴിഞ്ഞു ഈ പ്രായത്തിനുള്ളിൽ ഞാൻ ഇത്രയും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി ഇതുവരെ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ എന്തുവരെ കണ്ടിട്ടില്ല എന്ന് പറയാൻ കാരണം, നമുക്ക് നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം, നല്ലൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഇത് രണ്ടും ഇല്ലാത്ത ആൾക്കാർക്ക് പോലും ഇതിൽ ലക്ഷറി ലൈഫ് വാങ്ങിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു അവസരം ഉണ്ടോ? നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണക്കാർക്ക്
നമ്മുടെ വീട്ടിനടുത്തുള്ള വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ പോലെ ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ റിച്ചായി മാറിയത് ഒന്നുകിൽ സാമ്പത്തിക ഫാമിലി പാരമ്പര്യമായിട്ട് വന്ന പൈസ കൊണ്ട് വിജയിച്ച ആൾക്കാരായിരിക്കും. ആ പൈസ കൊണ്ട് അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വിജയിച്ച ആൾക്കാരായിരിക്കും. അല്ലെ? ഇവിടെ ആർക്ക് വേണമെങ്കിലും കഴിഞ്ഞ വർഷം FRന് ഹൈദരാബാദ് അച്ഛൻ സമയത്ത് ട്രെയിനിൽ പിച്ചെടുക്കുന്ന ആൾക്കാർ പോലും ഇതിൽ ഇന്ന് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ ഞാൻ FR അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു പിച്ചക്കാരൻ ബിസിനസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കൈയും ഇല്ലാത്ത പിച്ചക്കാരൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ വ്യക്തിക്ക് ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് എടുക്കാൻ പറ്റത്തില്ല. ഞാനാണ് അദ്ദേഹത്തിന് പ്ലേറ്റ് എടുത്ത് ഇവിടെയും വെച്ചു കൊടുത്തത്. അദ്ദേഹത്തിന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഇരിക്കുന്ന സീറ്റിൽ കൊണ്ടിരുത്തി ഞാനാണ്. ആ സമയത്ത് എനിക്കൊരു സെൽഫി എടുക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം ഞാൻ കണ്ടിരിക്കുന്ന പിച്ചക്കാരൻ ഇന്ന് അദ്ദേഹം പിച്ചക്കാരനല്ല, ഓൺട്രപ്രണറാണ്, ബിസിനസ് ഓൺട്രപ്രണറാണ്. അദ്ദേഹത്തിന്റെ കൂടെ ട്രെയിനിൽ പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും ഇപ്പൊ അദ്ദേഹത്തോട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കും. അദ്ദേഹം പറഞ്ഞിട്ട് ഈ ബിസിനസ്സിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു പിച്ചക്കാരൻ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തിട്ട് പോലും നല്ല സാധാരണക്കാർ പോലും ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ആ മുല്ലപ്പൂ കച്ചവടക്കാരൻ സായി റെഡ്ഡിയും ബിസിനസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ശ്രീനിവാസൻ എന്ന് പറഞ്ഞ വ്യക്തി പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഹോട്ടലിൽ പ്ലേറ്റ് കഴുകുന്ന പയ്യനാണ്. ഞാൻ അവിടെ ചെന്ന് എനിക്ക് സ്റ്റേജിൽ ഒരു ഇന്റർവ്യൂ സെഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ സെൽഫി എടുക്കാൻ വേണ്ടി അദ്ദേഹം വന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ വരുമാനം 3,20,000 രൂപയാണ്. ഹോട്ടലിൽ പ്ലേറ്റ് കഴുകിക്കൊണ്ടിരിക്കുന്ന പയ്യന്റെ ലൈഫ് മാറി. ആ ഹോട്ടലിന്റെ മുതലാളി ഇപ്പൊ ആ പയ്യന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ് ബിസിനസ്സിൽ. കാരണം ആ ഹോട്ടലിലെ മുതലാളി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് 1,500 രൂപ ഒരു മാസം ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു മാസം പ്ലേറ്റ് കഴുകിയാൽ കൊടുത്ത പൈസ 1,500 രൂപയാണ്. അവിടെ ഇരുന്നുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 10 ലക്ഷത്തിന്റെ കാർ വാങ്ങിച്ചിട്ടുണ്ട് ആ ശ്രീനിവാസൻ എന്ന പയ്യൻ. എന്നിട്ടാണ് ആ ബിസിനസ് ഹോട്ടലിന്റെ മുതലാളി ഇദ്ദേഹത്തിനുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് സിൽവർ ഡയറക്ടറായി മാറിയിട്ട് ആ ഹോട്ടലിന്റെ ഓണർ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇതിൽ ആർക്ക് വേണമെങ്കിലും റിച്ചായി മാറാൻ സാധിക്കുന്ന ഒരു ബിസിനസ് അവസരത്തെ കുറിച്ചാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഈ ഒരു ബിസിനസ് അവസരം, ഇപ്പൊ ഇതിൽ പൈസ ഉള്ള ആൾക്കാരുണ്ടോ? നമുക്കിപ്പോ ഒരു ബിസിനസ് അവസരം എങ്ങനെ ഒരാളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും? എല്ലാവരും മനസ്സിൽ ആദ്യം കാണുന്നത് എന്റെ വീടിന്റെ അടുത്ത് ഒരു ചേച്ചിയുണ്ട്, അല്ലെങ്കിൽ ചേട്ടനുണ്ട്, അദ്ദേഹത്തിന് പൈസക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അദ്ദേഹത്തിനോട് ബിസിനസ് പറഞ്ഞാൽ ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ. എങ്ങനെയാണ് നമ്മളെല്ലാവരും മനസ്സിൽ കാണാം. നമ്മളാണ് പ്രീ ജഡ്ജ് ചെയ്യുക. ഇയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അദ്ദേഹം ബിസിനസ് ചെയ്യും. തൊട്ടടുത്ത വീട്ടിലൊരാൾ നല്ലൊരു ബിസിനസ് മൈൻഡുള്ള ആളാണ്, ബിസിനസ്സുകാരനാണ്, അദ്ദേഹത്തിനോട് പറഞ്ഞാൽ ചെയ്യാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിന് ഇഷ്ടംമാതിരി പൈസയുണ്ട്, ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ സാധ്യതയുണ്ടാവില്ല. ഇങ്ങനെയാണ് നമ്മൾ പ്രീ ജഡ്ജ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ സ്ലൈഡിൽ പറഞ്ഞുതരാം. ഇതിൽ ഈ വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ 10 core സ്റ്റെപ്പിൽ 4 ബേസിക്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. 4 തൂണുകൾ, നമ്മൾ ഇമ്പോർട്ടൻസ് ആയി ചെയ്യുന്ന 4 കാര്യങ്ങൾ. അതിൽ ഒരു കാര്യമാണ് നമ്മളെ ഈ ബിസിനസ്സിൽ ലിസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഈ ബിസിനസ് ഒന്ന് ആർക്ക് ഷെയർ ചെയ്യണം, ആർക്ക് ഷെയർ ചെയ്തതാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. അല്ല എല്ലാവരോടും നാട്ടിൽ കാണുന്ന കംപ്ലീറ്റ് ആൾക്കാരോട് പറഞ്ഞാൽ ബിസിനസ് വിജയിക്കാൻ പറ്റും, അത് നമുക്ക് പറയാൻ പറ്റില്ല, വിജയിച്ചേക്കാം. ഈ ലിസ്റ്റ് ബിൽഡിംഗ് ആണ് നമ്മൾ 4 ബേസിക്സിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. എങ്ങനെയാണ് നമ്മൾ ലിസ്റ്റ് ബിൽഡ് ചെയ്യുക? ഇതിലൊന്ന് ലിസ്റ്റ് ബിൽഡിംഗ് ആണ്, രണ്ടാമത് അപ്രോച്ച് ആൻഡ് ഇൻവിറ്റേഷൻ ആണ്, അത് 2ാം പാർട്ടാണ്. മൂന്നാമത്തെ ഭാഗം ഷോ ദ പ്ലാൻ ആണ്. നമ്മൾ ഈ 2 മണിക്കൊക്കെ നിങ്ങൾ പ്ലാൻ കാണിക്കുന്നില്ല, 5 മണിക്കൊക്കെ പ്ലാൻ കാണിക്കും, അതാണ് ഷോ ദ പ്ലാൻ. നാലാമത്തേത് ഫോളോ അപ്പ് ആണ്. ഈ പ്ലാൻ കണ്ടതിന് ശേഷം ആ വ്യക്തിയെ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻസ് അല്ലേ. അത് ലിസ്റ്റ് ബിൽഡിംഗ് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ലിസ്റ്റ് ബിൽഡ് ചെയ്യുക? നമുക്ക് ഈ ആരോട് ബിസിനസ് പറയാം എന്നൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒറ്റ സെക്കൻഡ്. നമ്മൾ തൊട്ടടുത്ത വീട്ടിലൊരാളോട് ഈ ബിസിനസ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്സിനോട് ബിസിനസ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാവും. ആദ്യം നമ്മുടെ പരിചയക്കാരോട് ആരാകട്ടെ ഒരു 100 പേരുടെ പേര് ഒരു ബുക്കിൽ, നമുക്കൊരു ഡ്രീം ബുക്സ്, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്കൊരു ബുക്ക് വേണം, ഡ്രീം ബുക്ക് വേണം. അല്ല, നമ്മൾ ആ ബുക്കിന്റെ അകത്ത് നമ്മളുടെ സ്വപ്നങ്ങൾ ആദ്യം എഴുതി വെക്കുക. അതിന് ഡ്രീം സെക്ഷനിൽ അത് പറയുന്നുണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ എഴുതി വെക്കുക. ഞാൻ ഈ ബിസിനസ് വന്ന സമയത്ത് എൻ്റെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കുക എന്നുള്ളത്. എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫ്. അതെല്ലാം തിരിച്ചു പിടിക്കണം എന്നുള്ള ഒറ്റ സ്വപ്നം മാത്രമേ എൻ്റെ ആദ്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു അതൊക്കെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അത് ഓരോന്നോരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എനിക്ക് നഷ്ടപ്പെട്ട കാര്യം, ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടു പോയപ്പോൾ എൻ്റെ കുടുംബക്കാരും എൻ്റെ ചങ്ങായിമാരും എന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മെസ്സേജ് പോലും, എൻ്റെ കോള് പോലും നോക്കാതെ ഫ്രണ്ട്സും ബന്ധക്കാരായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരു വിലയില്ലാത്ത വ്യക്തിയും മാറിയിട്ടുണ്ടായിരുന്നു. വിലയില്ലാത്ത വ്യക്തി വെച്ചാൽ ഞാൻ വിളിച്ചാൽ പോലും, എന്നെ കാണുമ്പോൾ പോലും അവർക്ക് സംസാരിക്കാൻ മടിയായിരുന്നു. കാരണം
ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഇനി അവരോട് ഞാൻ പൈസ വെള്ളം കടം ചോദിക്കും എന്നുള്ള പേടി കൊണ്ടായിരിക്കും തോന്നും. വേറെ ഒന്നും ബുദ്ധിമുട്ട് ചെയ്യുന്നില്ല. ആ ഒരു പേടി കൊണ്ട് എനിക്കും ഒരു വിലയില്ലാത്തൊരു വ്യക്തി മാറിയിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം മുന്നേ. ഒരു 4 വർഷം മുന്നേ വെസ്റ്റീജ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ വരെ. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റീജ് ചെയ്യുന്ന കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി മോഡൽ ആവാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുള്ള എല്ലാവർക്കും എന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ മാറാൻ സാധിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള കാര്യമായിരുന്നു. എന്നെ ഒഴിവാക്കിയ ആൾക്കാർ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ മാറാൻ സാധിച്ചു. അത് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതെന്റെ സ്വപ്നമായിരുന്നു, അത് നേടി. ഇപ്പം കുറേ സ്വപ്നം ഇനി ബാക്കിയുണ്ട്, അത് നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ ഒരു 100 വ്യക്തികളുടെ പേര് നമ്മുടെ ബുക്കിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആരോടൊക്കെ ഈ ബിസിനസ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ആദ്യം തന്നെ 100 പേര് വന്നിട്ടുണ്ടാവില്ല. കുറച്ച് നമ്മൾ മൊബൈൽ എടുക്കുക. നമ്മുടെ മൊബൈലിനകത്ത് കോൺടാക്റ്റിലേക്ക് പോയി അക്ഷരം പോയി വെച്ച് അങ്ങനെ പേരുണ്ടാവില്ല, ഓരോ ആൾക്കാരുടെ പേരുണ്ടാവും. അവരുടെ പേര് വേണമെങ്കിൽ ബുക്കിൽ എഴുതി വെക്കുക, ഫുൾ എഴുതി വെക്കുക. മൊബൈൽ ഉണ്ട് നോക്കിയിട്ട് കാര്യമില്ല, ബുക്കിൽ അങ്ങ് എഴുതി വെക്കുക. ഒരു 100 പേരുടെ പേര് എഴുതി വെക്കുക. അവരുടെ മൊബൈൽ നമ്പർ അവിടെ എഴുതി വെക്കുക, പേര് എഴുതി വെക്കുക, റീമാർക്ക് കൊടുക്കുക. ഇപ്പം ഒരു വ്യക്തി രാജേഷ് എന്ന പേര്, അദ്ദേഹം പ്രൊഫഷൻ എന്താ, ജോലി എന്താ, ഓട്ടോറിക്ഷ ഡ്രൈവർ, അല്ലെങ്കിൽ കാർപ്പൻറ്റർ, അല്ലെങ്കിൽ മേസ്ത്രി പണി എടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഡോക്ടറാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറാണ്. ആ രീതിയിൽ അവരുടെ മൊബൈൽ നമ്പറും പേരും അത് റീമാർക്ക് ചെയ്ത് വെക്കുക. രണ്ടാമത്തേത്, അതിന് ഒരു ഈ ലെവൽ ക്രിയേറ്റ് ഫ്രണ്ട് സർക്കിൾ, FRIENDS. എന്താണത്? ഈ എഫിൽ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവില്ല, നമ്മുടെ ഫ്രണ്ട്സുകൾ, നമ്മളെ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സ്, തൊട്ടടുത്ത് ഒരുമിച്ച് നമ്മൾ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ്, അവരുടെ എല്ലാം പേര് എഴുതി വെക്കും. ഞാൻ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് ഈ ഫ്രണ്ട്സിന്റെ പേര് ആദ്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും ചങ്ക് ഫ്രണ്ട്സ്, സ്ഥിരമായിട്ട് ഗൾഫിലുള്ള സമയത്ത് രാവിലെ വിളിക്കുന്ന, മെസ്സേജുകൾ ഷെയർ ചെയ്യുന്ന, എല്ലാ വീഡിയോസും അയക്കുന്ന, നാട്ടിലെ വിശേഷങ്ങളും ഗൾഫിലെ വിശേഷങ്ങളും അങ്ങനെ പരസ്പരം ഷെയർ ചെയ്യുന്ന എനിക്കൊരു 18ഓളം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ അവരുടെയൊക്കെ പേരിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ലിസ്റ്റിൽ. രണ്ടാമത്തെ റിലേറ്റീവ്സ്, 6 റിലേറ്റീവ്സ്, ബന്ധക്കാരുടെ, എൻ്റെ ബന്ധക്കാരുടെയും വൈഫിന്റെ ബന്ധക്കാരുടെയും സഹോദരിയുടെ ബന്ധക്കാരൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. I എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മൾ ഒന്നിച്ച് പഠിച്ചിരിക്കുന്ന ആൾക്കാർ. അല്ല, നമുക്ക് ഇന്ന് പഠിച്ച ആൾക്കാരെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, പണ്ടത്തെ പോലെയല്ല. ഇന്ന് 7ാം ക്ലാസ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, 10ാം ക്ലാസ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, +2ന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആൾക്കാരുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ പേര് എഴുതി, ഇതൊക്കെ ഒരു 100 പേരിലാക്കാൻ ശ്രമിക്കുക. ഫോർ ഈ കോണ്ടാക്ട്സ്, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ്, നമ്മളിപ്പം വലിയ വലിയ ജോലിയുള്ള ആൾക്കാർ. എൻ്റെ ടീമിൽ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന ഒരു എഞ്ചിനീയറാണ് സുരേഷ് എന്ന വ്യക്തി, ദുബായിലുള്ളത്. അദ്ദേഹം എഞ്ചിനീയർ ആയതുകൊണ്ട് ബിസിനസ് ചെയ്യില്ല നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ഈ കോണ്ടാക്ട്സ്, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉള്ള പരിചയക്കാർ, ഫേസ്ബുക്ക് അങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള പരിചയക്കാർ, അവരൊക്കെ പേര് എഴുതി വെക്കാം. ഫോർ നെയ്ബേഴ്സ്, നമ്മളെ തൊട്ട അയൽവക്കക്കാർ, വൈഫിന്റെ അയൽവക്കക്കാർ, ഇപ്പൊ സിസ്റ്ററിന്റെ ബ്രദറിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവരുടെ അയൽവക്കക്കാരുടെ പേരൊക്കെ എഴുതി വെക്കാം, നോട്ട് ചെയ്ത് വെക്കാം. ഇവരോടൊക്കെ നമുക്ക് ഈ ബിസിനസ് അവസരം ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എഴുതി വെച്ചാൽ മാത്രമേ നമുക്ക് ശരിയാവുള്ളൂ. കാരണം എന്താണ്, നമ്മളിന്നൊരു കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് പണ്ട് നമ്മൾ കടലാസിൽ എഴുതി കൊണ്ടുപോകല്ലേ, പേപ്പറിൽ എഴുതി കൊണ്ടുപോകും. അരി, പഞ്ചസാര, ചായപ്പൊടി, ഇതൊക്കെ എഴുതി കൊണ്ടുപോകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അവിടെ എത്തുമ്പോൾ മറന്നു പോകുന്നത്? അല്ല, സാധനം വാങ്ങിക്കാമല്ലോ, മനസ്സിൽ ഓർത്ത് വെച്ച് പോയി കഴിഞ്ഞാൽ എന്ത് വന്നാലും 2-3 സാധനം മിസ്സായി പോയിട്ടും നിങ്ങൾ എന്തിനാണോ വാങ്ങിക്കാൻ പോയത് ആ സാധനം മിസ്സായിട്ട് ബാക്കിയെല്ലാം വാങ്ങിച്ചു വന്നിട്ടില്ല. സ്വാഭാവികമാണ്. പിന്നെ ഇന്ന് വാട്സപ്പ് ഉള്ളതുകൊണ്ട് വൈഫ് വീട്ടിൽ വാട്സപ്പ് അയക്കും, ഇന്ന സാധനം വേണം അയക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ലിസ്റ്റ് അവിടെ ഉണ്ടാവും. ഇതുപോലെ തന്നെ ഈ ലിസ്റ്റ് വേണം, നിങ്ങൾ എല്ലാവരും മനസ്സിലുണ്ടാവും, ഈ പേരൊക്കെ കോൺടാക്ട്സിലുണ്ടാവും, മൊബൈലിലുണ്ടാവും. പക്ഷേ ഇത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ വർക്കൗട്ട് ആവില്ല. നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഡ്രീം ബുക്സിൽ സെക്കൻഡ് പേജ് തൊട്ട്, ആദ്യത്തെ ബുക്കിൽ കുറച്ച് ഡ്രീമൊക്കെ, ഫസ്റ്റ് പേജിൽ ഡ്രീമൊക്കെ എഴുതി വെക്കുക. സെക്കൻഡ് പേജ് തൊട്ട് നിങ്ങളെ ലിസ്റ്റിൻ്റെ അകത്ത് നിങ്ങളുടെ ആൾക്കാരുടെ പേരുകൾ തന്നെ എഴുതി വെക്കുക, കംപ്ലീറ്റ് എഴുതി വെക്കുക. നെയ്ബേഴ്സിന്റെ പേരും ഫ്രണ്ട്സിന്റെ പേരും കോൺടാക്ട് എല്ലാവരുടെ പേരും എഴുതി വെക്കുക. D4, ഒന്നുകിൽ ഡോക്ടർമാരാവാം. എൻ്റെ ടീമിൽ സുരേഷ് എന്ന എഞ്ചിനീയറിന്റെ താഴെ വന്നിരിക്കുന്നത് ഡോക്ടർ സോഫിയ മാഡം, കാസർഗോഡ് ജില്ലയിലെ ഡോക്ടറാണ്. അവരോട് പറയുന്ന സമയത്ത് നമ്മൾ നേരിട്ട് ഒരു ഡോക്ടർ ഈ ബിസിനസ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇന്ന് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് അവരുടെ പേഷ്യൻറ്റിന് കൊടുക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റാണ്. ഡോക്ടർ സോഫിയ മാഡത്തിന്റെ എല്ലാ പേഷ്യൻറ്റും ഉപയോഗിക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റാണ്. ആയുർവേദ ഡോക്ടറാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അവർക്ക് ഹെൽത്തിൽ ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഏകദേശം 50,000 1,00,000 രൂപ കടയിലുള്ള പ്രൊഡക്റ്റ് എല്ലാ മാസവും അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഡോക്ടർമാരെ പോലും നമുക്ക് ഈ ബിസിനസ്സിൽ ഒഴിവാക്കാൻ സാധിക്കില്ല. നിങ്ങളൊരു ഡെന്റൽ ഡോക്ടറെ കാണാൻ പോകണമെങ്കിൽ നമ്മളെ പേസ്റ്റുമായിട്ട് പോയി കാണിച്ചു കഴിഞ്ഞാൽ ആ പേസ്റ്റ് അദ്ദേഹം പറയും ഇതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ട് വണ്ടർഫുൾ പേസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തോട് വേണമെങ്കിൽ പറയാം, സാർ ഈ പേസ്റ്റ് ഒന്ന് ഉപയോഗിക്കുക, സാർ ആർക്കെങ്കിലും റെഫർ ചെയ്യാൻ പറ്റും, ഈ പേസ്റ്റിന് റെഫർ ചെയ്യുക, അത്രയും നല്ല പല്ലുവേദനയൊക്കെ നല്ല റിസൾട്ട് എന്ന് പറയാൻ പറ്റും. ആ ഡോക്ടർ നല്ല ഡോക്ടറാണെങ്കിൽ അത് റെഫർ ചെയ്യുന്നുണ്ടോ?
അപ്പൊ നമ്മളെ ഒരാളെ പോലും ഒഴിവാക്കാതിരിക്കുക. നമ്മുടെ ഫോൺ ഡയറി ബുക്കൊക്കെ പണ്ടത്തെ നമ്മുടെ മൊബൈലിന്റെ വീട്ടിൻ്റെ അകത്ത് ഫോണിന്റെ ബുക്ക് ഉണ്ടാവും, ഒരു ഡയറി ഉണ്ടാവും. അതിനകത്തുള്ള ആൾക്കാർ പേര്, ഒരുപാട് ബന്ധക്കാർക്ക് പേരുണ്ട്, അതൊക്കെ എഴുതി വെക്കുക. യെസ് ഫോർ സ്ട്രേഞ്ചേഴ്സ്. ഞാനൊരു സ്ട്രേഞ്ചർ ആയിരുന്നു ഈ ബിസിനസ്സിൽ. എനിക്ക് ഒരു പരിചയമില്ലാത്ത വ്യക്തിയാണ് എനിക്ക് ബിസിനസ് എനിക്ക് പറഞ്ഞത്. ഒരു പരിചയമില്ലാത്ത വ്യക്തി. ഞാൻ ഒരു വ്യക്തിയെ കോൾ ചെയ്തപ്പോൾ നമ്പർ മാറിപ്പോയി, റോങ് നമ്പർ പോയതാ. റോങ് നമ്പർ പോയ സമയത്ത് അദ്ദേഹം എനിക്ക് എൻ്റെ പേര് ചോദിച്ചു. ഞാൻ ഷാജി എന്ന പേര് പറഞ്ഞു. എവിടെ താമസം? ഇന്ന സ്ഥലത്താണ്, ഷാർജയിൽ ഇന്ന സ്ഥലത്താണ് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിലെത്തി. അദ്ദേഹം വൈഫുമായിട്ട് എൻ്റെ വീട്ടിൽ വന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഷെയർ ചെയ്തു. ഒരു ബാഗുമായിട്ട് ഹസ്ബൻഡ് വൈഫും വരുന്ന സമയത്ത് ഞാൻ കരുതിയത് LIC കാരനാണെന്നാണ്. കാരണം ഗൾഫുകാരെ കാണുമ്പോൾ എല്ലാ LIC-കാർക്കും ഈ പരിപാടി ഉണ്ട്. വീട്ടിൽ ലീവ് എത്തി വണ്ടിയാൾ കാറെടുത്ത് പെട്ടി അകത്ത് കൊണ്ടുപോകുമ്പോൾ LIC-കാർ വീട്ടിൽ മുന്നിലുണ്ടാവും. ശരിയല്ലേ? അതുപോലത്തെ ഒരു LIC-കാരനാണ് ഞാൻ മരിച്ചത്. പൈസ എന്തോ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് അദ്ദേഹം വന്ന സമയത്ത് ഞാൻ തൊഴുത് പറഞ്ഞു, സുഹൃത്തെ, പൈസ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളെ സമയം വേസ്റ്റ് ആക്കണ്ട. കാരണം ഞാനൊരു സ്ട്രഗിൾ ലൈഫിലായിട്ട് കുറേ വർഷങ്ങളായി. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു 10 രൂപ പോലും ഒരു സ്ഥലത്ത് പേ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. EMI അടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ ശമ്പളം പകുതിയായി. എനിക്ക് അടച്ചുകൊണ്ടിരിക്കുന്ന EMI ലോൺ, ക്രെഡിറ്റ് കാർഡ് അടക്കാൻ പറ്റുന്നില്ല, മക്കളെ ഫീസ് അടക്കാൻ പറ്റാതെ. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഇരുന്ന് അരമണിക്കൂർ നിങ്ങളുടെ സമയം കളയണ്ട, നിങ്ങൾക്ക് പോവാമെന്ന് ഞാൻ പറഞ്ഞ് ഒഴിവാക്കി. ആ ഫാമിലി ഒരു പൈസയും വേണ്ട, നിങ്ങൾ അരമണിക്കൂർ നമ്മൾ പറഞ്ഞ് കേൾക്കാവോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വീട്ടിന് മുന്നിൽ എത്തിയ വ്യക്തിയെ അകത്ത് ഇരുത്തി എന്നല്ലാതെ കേൾക്കാനുള്ള മനസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ ഓപ്പർച്യൂണിറ്റി, അദ്ദേഹം വൈഫും എനിക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലുള്ള സീലിംഗ് ഫാൻ നോക്കി അതിൻ്റെ കറക്കം നോക്കിയിരിക്കുകയില്ലേ. ഒരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞു. എന്തോ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും ഞാൻ കേട്ടില്ല. അരമണിക്കൂർ കൊണ്ട് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു. പറഞ്ഞ വ്യക്തിക്ക് മനസ്സിലായി ഞാനിത് ശ്രദ്ധിച്ചിട്ടുമില്ല, ഈ ബിസിനസ് ഒന്നും കേട്ടിട്ടില്ല. അവർക്ക് മനസ്സിലായി. അവർക്ക് ഇൻസൾട്ടായി തോന്നിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫോട്ടോ എടുത്തു, ഒരു ID ക്രിയേഷൻ ചെയ്തു, അവർ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തു, ഗ്രൂപ്പിൽ തന്നെ ആഡ് ചെയ്തു. ഞാൻ അന്നേരം മനസ്സിൽ പറഞ്ഞു, ഇതൊക്കെ കുറേ കണ്ടിട്ടുണ്ട് സുഹൃത്തെ എന്നുള്ള മനസ്സിലായിരുന്നു ഞാൻ ഈ ബിസിനസ് വന്നത്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ, ലിഫ്റ്റിൽ ഇറങ്ങി പോകുന്ന സമയത്ത് ലിഫ്റ്റിൽ നിന്ന് ഹസ്ബൻഡ് വൈഫും പറഞ്ഞത്, ഈ ചങ്ങായിനെ ഫോളോ അപ്പ് ചെയ്യേണ്ട, വെറുതെ സമയം കളയണ്ട. ഞങ്ങൾ പറഞ്ഞൊന്നും അവൻ കേട്ടിട്ടുമില്ല, അദ്ദേഹത്തിന് 10 മിനിറ്റ് പോലും സമയമില്ല, ഒരു സോപ്പ് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാതെ വെറുതെ സമയം കളയണ്ട എന്ന് എന്നെ പ്രീ ജഡ്ജ് ചെയ്തു പോയ വ്യക്തിയാണ് എൻ്റെ അപ്ലൈൻ. ഈ ബിസിനസ്സിൽ ഇപ്പൊ അവരില്ല, അവർ കളഞ്ഞിട്ട് പോയി. ഞാൻ എൻ്റെ ലൈഫായിട്ട് ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്ട്രേഞ്ചറെ പോലും നമുക്കിതിൽ ഒഴിവാക്കാൻ സാധിക്കത്തില്ല. എല്ലാവരുടെ പേരും നമുക്ക് എഴുതാം. എഴുതിയതിനു ശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ അപ്ലൈനുമായിട്ട്, നിങ്ങൾ ഈ ബിസിനസ് കണക്ട് ചെയ്ത വ്യക്തിയുമായിട്ട് ഒന്ന് ഇരിക്കാൻ പറ്റും. നേരിട്ട് കാണുന്ന അപ്ലൈനാണെങ്കിൽ ഒന്ന് ഇരിക്കാം. അല്ല, നമ്മളെല്ലാം ഓൺലൈൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾക്ക് അപ്ലൈനായിട്ട് സംസാരിക്കാം. എനിക്ക് ഞാൻ ഇങ്ങനെ കുറച്ച് 100 പേരുടെ പേര് എഴുതിയിട്ടുണ്ട്, ഇനി എന്താണ് ചെയ്യേണ്ടത് അവർ പറഞ്ഞത്. ഒരാളെയും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പരിചയക്കാരനല്ലാതെയും അല്ലെങ്കിൽ ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഒരാളെയും പ്രീ ജഡ്ജ് ചെയ്യരുത്. ഇയാൾ വന്നാൽ ഇയാൾക്ക് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്, അപ്പോൾ ഇയാളെ കൊണ്ട് ബിസിനസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇയാൾ നല്ല ചറപറ സംസാരിക്കുന്ന വ്യക്തിയാണ്, നല്ല കഴിവുണ്ട്, പ്രസന്റേഷൻ ചെയ്യാൻ കഴിവുണ്ടാവും എന്ന് വിചാരിച്ച് അദ്ദേഹം ബിസിനസ് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. ഒരാളെയും പ്രീ ജഡ്ജ് ചെയ്യരുത്. ഒന്നും മിണ്ടാൻ പോലും പറ്റാതെ ആൾക്കാർ പറയുന്നത് മാറി ബേക്കടിച്ച് നിൽക്കുന്ന വ്യക്തി പോലും ഈ ബിസിനസ് വിജയിക്കും. വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തി വിജയിക്കും. സംസാരിക്കാൻ പറ്റാത്ത വ്യക്തിയും, കണ്ണ് കാണാത്ത വ്യക്തിയും, ആരോഗ്യമില്ലാത്ത, സൗന്ദര്യമില്ലാത്ത ആൾക്കാർ പോലും, ഒരു അക്ഷരം പോലും വായിക്കാൻ പറ്റാത്ത വ്യക്തിക്ക് പോലും ഈ ബിസിനസ് വിജയിക്കാൻ പറ്റും. നിങ്ങൾ ആരെയും പ്രീ ജഡ്ജ് ചെയ്യാതിരിക്കുക. ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുക. ആവശ്യക്കാർ ഓക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. നിങ്ങൾ ആ ചെയ്ത 100 ലിസ്റ്റ്, നിങ്ങൾ എഴുതി വെച്ച 100 ലിസ്റ്റിനെ ഒന്ന് ഷോർട്ട് ലിസ്റ്റിലേക്ക് 30 പേരാക്കി മാറ്റുക. നിങ്ങൾ ആ എഴുതി വെച്ച പേര് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇയാളോട് പറഞ്ഞാൽ ഇയാൾ ഇപ്പൊ പറയണ്ട. അതുകൊണ്ട് ഒരു 30 പേരുടെ ലിസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അതെങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും? ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, നമ്മളെ ഒന്ന് ഹസ്ബൻഡ് വൈഫിനെ, ഇപ്പൊ ഒരു വൈഫിനാണോ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നെങ്കിൽ, ചിലപ്പോൾ ഹസ്ബൻഡ് അവിടെ ഉണ്ട്, അവിടെ ജോലിക്ക് പോയിട്ടുണ്ടോ, അവരോട് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ എല്ലാം കേട്ട് നമ്മുടെ പ്രസന്റേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഓക്കെ എന്ന് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് പറയാൻ കേട്ടോ. ഹസ്ബൻഡ് വന്നപാടി ഞങ്ങളെ കാണുന്നുണ്ടാവില്ല. നമ്മൾ ഈ പറഞ്ഞിരുന്നത് 2 കാര്യം, 1-2 കാര്യം മാത്രമേ പറയൂ. ഞാൻ ഇന്നൊരു ഓപ്പർച്യൂണിറ്റി കേട്ടു, പ്രൊഡക്റ്റ് എടുത്താൽ മതി, വീട്ടിൽ വെറുതെ ഇരുന്നാൽ പൈസ കിട്ടുമെന്ന് അവർ പറയും. കാരണം ഹസ്ബൻഡിനെ എങ്ങനെയും കൺവീൻസ് ചെയ്യിപ്പിക്കണം. പ്രൊഡക്റ്റും വീട്ടിൽ വെറുതെ ഇരുന്ന പൈസ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് എന്തായിരിക്കുക, അവരുടെ ഒരുപാട് ചങ്ങായിമാരുടെ വൈഫ് ഇതുപോലെ വീട്ടിൽ വെറുതെ ഇരുന്ന പൈസ കിട്ടുന്ന ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ വെറുതെ ഇരുത്തം മാത്രമേ ഉള്ളൂ, പൈസ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ചാക്കിൽ കുറേ സാധനം വാങ്ങിച്ച് കട്ടിനുള്ളിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ നെഗറ്റീവ് കേട്ടിട്ടുള്ള ഹസ്ബൻഡിനോടായിരിക്കും നമ്മൾ ഈ വന്നപാട് പറയുന്നുണ്ടാവുക, ഞാൻ ഇന്നൊരു ഓപ്പർച്യൂണിറ്റി കേട്ടു, അത്
പ്രൊഡക്റ്റ് ഉണ്ട്, വീട്ടിൽ വെറുതെ ഇരുന്ന പൈസ കിട്ടും, വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട എന്നാ പറയും. ഇത് കേൾക്കുമ്പോൾ ഹസ്ബൻഡിന് നോ പറയും. അപ്പോൾ തന്നെ വൈഫിനെ തീരുമാനം എടുത്തിട്ട് വേണ്ടെന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾ പറയാൻ പറ്റുവാണെങ്കിൽ ഒരുമിച്ച് ഹസ്ബൻഡ് വൈഫിനെ ഇരുത്തിക്കൊണ്ട് പറയാൻ ശ്രമിക്കുക. അപ്പോൾ രണ്ടുപേരുടെ കൺഫ്യൂഷൻ എല്ലാം ക്ലിയർ ആക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. മോസ്റ്റ് അംബീഷ്യൻസ് ആയിട്ടുള്ള പീപ്പിൾ, ഇതിൽ നമുക്കൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തേടി നടക്കുന്ന ആൾക്കാർ, അവരൊക്കെ നമ്മൾ ഇതിൽ കണക്ട് ആക്കാൻ ശ്രമിക്കുക. മൂന്നാമത്, നമ്മളുടെ ബെസ്റ്റ് ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടോ, നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഫാമിലി ഫ്രണ്ട്സ്. ചിലപ്പോൾ ഞായറാഴ്ച ദിവസം ലീവുള്ള ദിവസം നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടാവും, ഭക്ഷണം കഴിക്കുന്നു, എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകുന്ന സമയത്ത് അടുത്ത ആഴ്ച അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നുണ്ടാവും, അടുത്ത ആഴ്ച നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടാവും, പിന്നെ കറങ്ങാൻ പോകുന്നുണ്ടാവും, ടൂറിനൊക്കെ ഊട്ടി കൊടൈക്കനാലൊക്കെ നമ്മൾ കറങ്ങുമ്പോൾ ഒരുമിച്ച് പോകുന്നൊക്കെ ഒരു ബെസ്റ്റ് ഫാമിലി ഉണ്ട്, ചങ്ക് ഫാമിലി അല്ലേ. അവരോടൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാം. ചിലപ്പോൾ റിജക്ഷൻ ആയിരിക്കും, എങ്കിലും ഷെയർ ചെയ്യുക. ചിലപ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു ഫാമിലി വരുന്ന സമയത്ത്, വിരുന്ന് വരുന്ന സമയത്ത് നല്ല അടിപൊളി സാരിയൊക്കെ ഇട്ടായിരിക്കും വൈഫ് വരുന്നുണ്ടാവും, ഹസ്ബൻഡ് നല്ല ഷർട്ടും പാൻറ്റും, നല്ല കാറുണ്ടോ, നല്ല മൊബൈലുണ്ടോ. പക്ഷേ അവർ ചിലപ്പോൾ ലോൺ എടുത്ത് EMI എടുത്തൊക്കെ വീടും കാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും, ഫുള്ള് കടങ്ങളും പ്രാരാബ്ദങ്ങളും EMI ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വെൽ ഡ്രസ്സിലായിരിക്കും നമ്മൾ പോകുന്നുണ്ടോ, കാരണം നമ്മൾക്ക് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ആരും അറിയിക്കാൻ ആരും ഇഷ്ടപ്പെടാറുണ്ടാവില്ല. അല്ലെ, അവിടെ ചെന്ന് വീട്ടിൽ അതുണ്ട് ഇതുണ്ട്, ഫ്രിഡ്ജിന്റെ, എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിന് 2 ഡോറാണ്, എൻ്റെ വീട്ടിലെ TV ഇതിന് കുറച്ച് വീതി കൂടുതലാണ്, അല്ലെങ്കിൽ കനം കുറവാണ്, അത് കുറവാണ്, ഇത് കുറവാണ് എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈഫൊക്കെ പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ മക്കൾ പഠിക്കുന്നു, എൻ്റെ മോൻ നന്നായി പഠിക്കുന്നുണ്ട്, അവിടെ ടീച്ചർമാർക്ക് ഭയങ്കര അഭിപ്രായം, ഇങ്ങനെയുള്ള കുറേ അഭിപ്രായങ്ങൾ പരസ്പരം അങ്ങനെ ലേഡീസൊക്കെ ഷെയർ ചെയ്യുന്ന കാണുന്നുണ്ട് അവിടെ. അങ്ങനെയുള്ള ബെസ്റ്റ് ഫാമിലീസ് ഒക്കെ നമുക്ക് അവിടെ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുമ്പോൾ അവരോട് ഒരിക്കലും നമ്മൾ പറയരുത് ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മതി, വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് ആ ബിസിനസ് അവരോട് അങ്ങനെ ഷെയർ ചെയ്യാതിരിക്കാൻ. അവരെ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി എങ്ങനെ ഷെയർ ചെയ്യാം. വീട്ടിലൊരു വിരുന്ന് വന്ന വ്യക്തികൾ നല്ല അടിപൊളി വണ്ടിയൊക്കെ വാങ്ങിച്ചല്ലോ, നല്ല വീടൊക്കെ വെച്ച് നിങ്ങൾക്ക് നല്ല ഫുൾ സെറ്റപ്പ് ആണല്ലേ, നീയൊക്കെ രക്ഷപ്പെട്ടു പോയല്ലേ എന്ന് പറയുമ്പോഴാണ് നമ്മൾ സത്യസന്ധമായ റിപ്ലൈ തരിക, അയ്യോ ഇതൊക്കെ ലോണാണ്, EMI ആണ്, ഇതിപ്പോൾ അടക്കാൻ പോലും ബുദ്ധിമുട്ടില്ല, ശമ്പളവും കുറഞ്ഞ് വരുമാനം കുറവാണ്, ഇപ്പോൾ അത് EMI അടക്കാൻ പോലും പറ്റത്തില്ല എന്ന് സത്യസന്ധമായ ഒരു അഭിപ്രായം അവർ പറയും. തിരിച്ചവർ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഓക്കെ അല്ലേ, അപ്പോൾ പറയും ഞാൻ അങ്ങനെ ആയിരുന്നു പണ്ട്, പക്ഷെ ഇപ്പം കുറച്ച് കുഴപ്പമില്ല, ഇപ്പം ഞാനൊരു വെസ്റ്റീജ് എന്ന ഓപ്പർച്യൂണിറ്റി കൂടി ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട്. ചേട്ടാ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു, ഞാനിപ്പോൾ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് മക്കളെ സ്കൂളിലേക്ക് അയച്ച ശേഷം കുറച്ച് സമയം ഫ്രീ കിട്ടുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്തുകൊണ്ടിരിക്കും, കുഴപ്പമില്ല, ഇപ്പോൾ കുറച്ച് സെറ്റായി, അത്രേ പറയാൻ പാടുള്ളൂ. അല്ലാതെ കണ്ട ഉടനെ ജോയിൻ ചെയ്യുന്നു, ചേരുവോ, എന്നോടൊപ്പം ചേരുവോ, കുറച്ച് സാധനം വാങ്ങിക്കോ, ഈ പ്രൊഡക്റ്റ് ആണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് പഠിപ്പിക്കുന്നുണ്ടോ. അപ്പൊ നമ്മൾ ഇതെങ്ങനെ ഷെയർ ചെയ്യുന്നു, ഈ രീതിയിൽ റിട്ടേൺ ആയിട്ട് കൊടുക്കുക ചോദ്യം. ഞാൻ ബിസിനസ് ചെയ്യുന്നു പറയുന്നതിന് മുന്നേ അവരുടെ ഡ്രീംസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി, അവർക്ക് എന്താണ് നീഡ് ഉള്ളത്, അവർക്ക് എന്താണ് ആവശ്യമുള്ളത്, അവരുടെ ബുദ്ധിമുട്ട് എന്താണ് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി പഠിക്കുക. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫാമിലിനെ കാണുമ്പോൾ എപ്പോഴും അതാ സംസാരിക്കും. ഇപ്പോൾ നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ഉണ്ടെങ്കിൽ, ക്ലാസ്മേറ്റ്സുമായിട്ട് ചിലപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ ചോദിക്കേണ്ട കാര്യം ബിസിനസിനെ കുറിച്ചല്ല, അവരുടെ സിറ്റുവേഷൻ അറിയാം. പ്രൊഫൈൽ പിക്ചറൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പഠിച്ച സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ മിക്ക ആൾക്കാരും ഹൗസ് വൈഫ് ആയിരിക്കും, നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും, നല്ല ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ആയിരിക്കും ആ സമയത്തൊക്കെ. ഇപ്പോൾ എന്താ ചെയ്യണേ, അപ്പോൾ പറയും ഞാനിപ്പോൾ വീട്ടമ്മയാണ്, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. നീ അന്ന് ഇത്രയും പഠിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് വീട്ടമ്മയായോ, എന്താ ചെയ്യുക, മക്കളെ പഠിപ്പിക്കണ്ടേ, പ്രായമായ അമ്മയും അച്ഛനുണ്ട്, അവരെ പഠിപ്പിക്കണം, അച്ഛനും അമ്മേനെ നോക്കണം. അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല, ജോലി കിട്ടിയിരുന്നു, പഠിച്ച ശേഷം ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു, 1 വർഷം ജോലിക്ക് പോയി, പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളെ അവരെ വർക്കിങ് പോയി എന്ന് പറഞ്ഞാൽ അവരെന്തോ പറയാം. തിരിച്ച് നിങ്ങളോട് ഇതേ ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയും ഞാനും അങ്ങനെ തന്നെയായിരുന്നു, പക്ഷെ ഇപ്പൊ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നുണ്ട്, അത്രേ പറയാൻ പാടുള്ളൂ, ബാക്കിയൊന്നും വിളമ്പരും. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കൊരു ആകാംക്ഷ, ഇവിടെ രക്ഷപ്പെട്ടു പോയോ, ഇവിടെ നിന്ന് ഇതിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കുന്നു. അവർ ഇന്ന് ഇങ്ങോട്ട് ചോദിക്കാം, നിങ്ങളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ നോക്കും, എന്തോ സ്റ്റാറ്റസും ചെയ്ത് വളരെ സീരിയസ് ആയി ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ആകാംക്ഷ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും, നിങ്ങളോട് അന്വേഷിക്കുന്നുണ്ട് എന്താണ് നീ ചെയ്യുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ പറയേണ്ട കാര്യം ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ മാത്രം, അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. 2 മണിക്കൂറൊക്കെ നമുക്കൊക്കെ സമയം ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഞാനത് ചെയ്തത്, ഇപ്പം കുഴപ്പമില്ല, ഇപ്പം നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പായി എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം എന്തെങ്കിലും കിട്ടാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർ നിനക്കെന്തെങ്കിലും കിട്ടിയതിന് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇങ്ങനെയുള്ള ആളൊന്നും പറയാൻ നിൽക്കണം, ഞാൻ എന്താണോ ചെയ്യുന്നത് അതിനുള്ള എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ചെറുതായിട്ട് 1 മണിക്കൂർ എനിക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുള്ളൂ, ജസ്റ്റ് സ്റ്റാർട്ടപ്പ് ആയതുള്ളൂ, 1 മാസമേ ആയിട്ടുള്ളൂ, കുഴപ്പമില്ലാതെ രീതിയിൽ പോകുന്നുണ്ട്, എനിക്ക് നല്ല കോൺഫിഡൻറ്റ് ഉണ്ട്, ഈ ബിസിനസ് ഇന്ത്യയിൽ ചെയ്താൽ വിജയിക്കും. നീ വേണമെങ്കിൽ കേട്ട് നോക്കൂ, ഒന്ന് കേട്ട് നോക്കി കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനും അങ്ങനെ തന്നെ വന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ കേട്ട് നോക്കാൻ പറഞ്ഞു, കേട്ട് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, നഷ്ടം വരാനില്ല, ഒരു പൈസയും നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല, അങ്ങനെ ഞാൻ കേട്ട് നോക്കി. ഇപ്പം ഞാൻ വളരെ സീരിയസ് ആയി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പറയാം. നിങ്ങളോട് പറഞ്ഞു തരാൻ പറഞ്ഞാൽ ഒന്നും പറഞ്ഞു കൊടുക്കാൻ നിൽക്കരുത്, കാരണം എനിക്ക് പറഞ്ഞു കൊടുത്തിട്ട് നിന്നെ വ്യക്തമാക്കി മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല, കാരണം ചെറിയൊരു അറിവ് മാത്രമേ എനിക്ക് ഇപ്പോഴുള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കണം.
അടുത്തത് മോസ്റ്റ് സക്സസ്ഫുൾ പീപ്പിൾ. നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആൾക്കാർ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ ചെയ്യുന്ന ആൾക്കാർ. അല്ലെങ്കിൽ പല ആൾക്കാരുണ്ട് എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഇത് ചെയ്യാതിരിക്കാനുള്ള എക്സ്ക്യൂസസ് പറഞ്ഞ ആൾക്കാർ. സമയമില്ല, പൈസയില്ല, ഇതുപോലത്തെ കുറേ ഉണ്ട്, ഇങ്ങനെയുള്ള എക്സ്ക്യൂസസ് പറഞ്ഞ എന്ത് പറഞ്ഞാലും അംഗീകരിക്കത്തുണ്ടാവും. അങ്ങനത്തെ ഒരുപാട് അവരോടൊന്ന് പറഞ്ഞിട്ട് അവർ ഷോർട്ട് ലിസ്റ്റ് പെട്ടില്ല. ലാസ്റ്റ് വേണമെങ്കിൽ നമ്മൾ നല്ലൊരു വരുമാനം വാങ്ങിക്കുന്ന സമയത്തൊക്കെ വരുമ്പോൾ കാണാം സംസാരിക്കാന്നല്ലാതെ ലാസ്റ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുപോയി പ്രയോറിറ്റി ലിസ്റ്റ് കൊണ്ടുവരാതിരിക്കുക. നമ്മൾ പിന്നെ കുറച്ച് ആൾക്കാർ സക്സസ്ഫുൾ ആയിരിക്കുന്ന ആൾക്കാർ എന്ത് കിട്ടിയാലും ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ അത് കളയത്തില്ല. അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അറിയാൻ ശ്രമിക്കുന്ന ആൾക്കാർ, എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്ത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇനി എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കണം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടോ, മോസ്റ്റ് സക്സസ്ഫുൾ ആയ ആൾക്കാർ, അവരെ നമ്മൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. പിന്നെ നമ്മളെ യുവർ സെയിം ലെവൽ ആൻഡ് എബോ ലെവൽ, ഒന്നിക്കും നമ്മളെപ്പോലത്തെ ലെവലിൽ ഒരാളായി മാറ്റാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ സൗന്ദര്യമല്ല, നമ്മളെപ്പോലെ വിദ്യാഭ്യാസമല്ല, നമ്മളെപ്പോലെ ആരോഗ്യമല്ല, നമ്മളെപ്പോലെ റിച്ച് അങ്ങനെയല്ല. ഏകദേശം നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരു വ്യക്തി. ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് ഹസ്ബൻഡ് മാത്രം ജോലിക്ക് പോകുന്ന സമയം, അല്ലെങ്കിൽ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട് എന്നിട്ട് പോലും സെറ്റ് ആവുന്നില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന നമ്മളെപ്പോൾ ചിന്തിക്കുന്ന അത്യാവശ്യം ഡ്രീംസ് ഒക്കെ ഉള്ള എന്തൊക്കെ നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ഹൈ ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാർ, അവരോടൊക്കെ ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ കുറച്ച് നമുക്ക് ഈസി റിസൾട്ട് ലഭിക്കുന്നുണ്ട്. യൂസ് മാൻ മെത്തേഡ്. എന്താണ് മാൻ മെത്തേഡ്? MAN, മണി, അതോറിറ്റി, നീഡ്. മണി എന്ന് വെച്ചാൽ പൈസ ഉള്ള ആൾക്കാരെന്ന് വെച്ചാൽ റിച്ച് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം അവരുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ, സോപ്പും പേസ്റ്റൊക്കെ വാങ്ങിക്കാൻ പൈസയുള്ള വ്യക്തി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നൊരാള് ഇപ്പൊ തൊട്ടടുത്ത വീട്ടിലൊരു ഫാമിലി ഉണ്ട്, അവർക്ക് പൈസയില്ല, ബുദ്ധിമുട്ടുള്ള കഷ്ടപ്പാടും ഗതികളും ഒക്കെ നിൽക്കുന്ന ഫാമിലിയാണ്. അവരോട് ഈ ബിസിനസ് പറയാം, അവർക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ ചിന്തിച്ച് നിങ്ങൾ പറഞ്ഞാലും അവർ പറയുന്ന കാര്യം എനിക്ക് സോപ്പ് വാങ്ങിക്കാൻ പൈസയില്ല, നമ്മൾ സാധാരണക്കാരാണ്, നമ്മൾ 10 രൂപയുടെ കോൾഗേറ്റ് വാങ്ങിക്കത്തുള്ളൂ, അത് തീരുമ്പം പോയി ഞെക്കി പിഴിഞ്ഞ ശേഷം പോയി വാങ്ങിക്കത്തുള്ളൂ, അല്ലെങ്കിൽ 10 രൂപയുടെ ചെറിയ പേസ്റ്റ് സോപ്പ് ഇട്ട് അത് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ ചിന്തിക്കുന്ന ആൾക്കാരോട് നമ്മൾ ഈ ബിസിനസ് പറഞ്ഞ് ചിലപ്പോൾ കാര്യം ഉണ്ടാവത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റിൽ അത്യാവശ്യം വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ പൈസയുള്ള ആൾക്കാരെ പ്രയോറിറ്റി ലിസ്റ്റ്, മറ്റവരെ ഒഴിവാക്കണം എന്നല്ല കേട്ടോ, അവരോട് ഈ ഓപ്പർച്യൂണിറ്റി അറിയാം, അവർക്ക് ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ ആദ്യത്തെ 30 പ്രയോറിറ്റി ലിസ്റ്റിൽ ഫസ്റ്റ് പറയണ്ടേ, ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ. അപ്പോൾ അത് നമ്മളെപ്പോഴും ഫസ്റ്റ് പറയുന്ന ആൾക്കാരോട് നല്ല കുറച്ച് അത്യാവശ്യം ഒരു സാധനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയോട് പറയാം. അടുത്തത് അതോറിറ്റി ഉള്ള വ്യക്തി. ഇപ്പോൾ ഒരു 19 വയസ്സുള്ള ഒരു 18 വയസ്സുള്ള സ്റ്റുഡൻറ്റിനോട് ഞങ്ങൾ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറയാം, അദ്ദേഹം ഇത് കേട്ട് അദ്ദേഹത്തിന് മോട്ടിവേഷനായി. പക്ഷെ എന്താ അവർ പറയാം, ഞാൻ സാധനം വാങ്ങിക്കണം, സാധനം വാങ്ങിച്ചാലേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ചോദിക്കുന്ന സ്റ്റുഡൻസ് കണ്ടിട്ടുണ്ട്. അവരെന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത് വെച്ചാൽ വീട്ടിൽ പറയാനൊരു മടി. പഠിക്കുന്ന സമയത്ത് അച്ഛനമ്മമാർ എന്താ പറയുക, നീ പഠിച്ചാൽ മതി, നിന്റെ എത്ര ലക്ഷങ്ങളാണ് ഫീസ് അടക്കാൻ അച്ഛനമ്മമാർ റെഡിയാണ്, നീ പഠിച്ചോ 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 എന്നുള്ളത് മാത്രമേ അച്ഛനമ്മമാർ പറയും. പഠിച്ചിട്ട് ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് അവർക്ക് അറിയത്തില്ല, അത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ അതും അവർക്ക് അറിയത്തില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങിയാലും ജോലി കിട്ടാൻ പാടാണ്. കാരണം എല്ലാവരും A+ഓട് പാസ്സാവാണ്, സ്കൂളിൽ കയറിയ ആളെല്ലാം A+ൽ പാസ്സാവാണ്. അപ്പോൾ പിന്നെ പണ്ടത്തെ പോലെയല്ല, പണ്ട് ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനും കിട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ബാക്കിയുള്ള ആൾക്കാർ നോർമലാണ്. ഇന്ന് സാധാരണ ജോലി ചെയ്യാൻ ആൾക്കാരില്ല, തേങ്ങ പറിക്കാൻ ആൾക്കാരില്ല, നാടൻ പണിക്ക് ആൾക്കാരില്ല, എല്ലാം പഠിച്ചിറങ്ങിയിരിക്കും, എല്ലാവരും A+ പാസ്സായിക്കൊണ്ടിരിക്കും. A+ പാസ്സായതുകൊണ്ട് നാടൻ പണിക്ക് പോകാനും പറ്റില്ല, തെങ്ങ് പറിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതോറിറ്റി ഉള്ള വ്യക്തി, അതോറിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അവർക്ക് കുളിക്കേണ്ട സോപ്പും പേസ്റ്റും വാങ്ങിക്കാനുള്ള ഒരു അവകാശമുള്ള ആൾ, അല്ല തലയിൽ തേക്കുന്ന ഷാമ്പു വാങ്ങിക്കാനുള്ള അനുവാദം കിട്ടുന്ന വ്യക്തി, ഫേസ് വാഷ് ഉപയോഗിക്കാൻ പെർമിഷനുള്ള വ്യക്തി, ഇതിനു പോലും നമ്മൾ ഇന്ന് ഫേസ് വാഷിന് ഉപയോഗിക്കണമെന്ന് ചോദിച്ച് അച്ഛനും അമ്മയോട് ചോദിക്കുന്ന ആ വ്യക്തിയോട് പറഞ്ഞ് കാര്യമില്ല. കാരണം അവർ പറയുന്നത് താല്പര്യമില്ല എന്നേ പറയും. അപ്പൊ അത്യാവശ്യം ഒരു അതോറിറ്റി ചെയ്യാൻ പറ്റുന്ന, സ്വന്തം വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്ന പെർമിഷനുള്ള വ്യക്തി. ഇപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കും വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് വൈഫിന് കൈമാറ്റി, വൈഫ് തീരുമാനിച്ചാലും സാധനം ഇന്ന പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന വൈഫ് പറഞ്ഞാലും വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു അതോറിറ്റി ചെയ്യാൻ പറ്റുന്ന വ്യക്തിക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ ആദ്യം ശ്രമിക്കാം. N ഫോർ നീഡ്, ആവശ്യക്കാർ, നീഡുള്ള വ്യക്തിയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അല്ല ഒരു വരുമാനം കൂടെ എക്സ്ട്രാ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടോ, ഒരുപാട് ആൾക്കാർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ രക്ഷപ്പെടുന്ന ആഗ്രഹം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ആൾക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും, ഒരുപാട് ഫാമിലിക്ക്, ഇനിയും ഒരുപാട് ഫാമിലിക്ക് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും ഈ ബിസിനസ്സിലൂടെ. അപ്പോൾ ആവശ്യക്കാർക്ക്, നീടുള്ള ആൾക്കാരുടെ പേര് നമ്മൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. ആസ്ക് ദ റെഫറൻസ് ഫോർ റെഫറൻസ്. ഇപ്പൊ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ്, തൊട്ടടുത്ത ഒരു ഫ്രണ്ട് ഉണ്ട്,
അദ്ദേഹത്തിന് ചിലപ്പോൾ നിങ്ങൾ സോപ്പും പേസ്റ്റും കൊടുത്തു, അല്ലെങ്കിൽ കുക്കിംഗ് ഓയിലൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഡോക്ടർ, പരിചയമുള്ള ഡോക്ടർ ആയിരിക്കും, നിങ്ങൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടർ ആയിരിക്കും. ആ ഡോക്ടർ ചിലപ്പോൾ നിങ്ങൾ പേസ്റ്റോ സോപ്പോ വാങ്ങിച്ച് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അല്ല, അവരോട് നമ്മൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ ചിലപ്പോൾ അവർ ചിലപ്പോൾ സമയക്കുറവ് കൊണ്ട് ബിസി ആയതുകൊണ്ട് പറയും പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് സമയക്കുറവ് കൊണ്ട് ഈ ബിസിനസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് എനിക്ക് എല്ലാ മാസം പ്രൊഡക്റ്റ് വേണം, ഞാനത് വാങ്ങിച്ചോളാം എന്നുള്ള ആൾക്കാരങ്ങ് കാണുമല്ലോ. അപ്പൊ അവരോട് നമുക്ക് പറയാം, സാറേ, സാറിന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ട എങ്കിൽ എത്ര ആൾക്കാരുണ്ട് സാറിന്റെ പരിചയമുള്ള ആൾക്കാർ, വരുമാനം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഫാമിലി, എത്ര ആൾക്കാരുണ്ട് ആരോഗ്യമില്ലാത്ത വ്യക്തികൾ, അവർക്ക് ഇത് റെഫർ ചെയ്ത് അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്തൂടെ? അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഇല്ലാതെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ക്വാളിറ്റി ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തൂടെ? നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോ ഇങ്ങനെ സോപ്പും ഇങ്ങനെ പേസ്റ്റും ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞൂടെ? നിങ്ങളുടെ റെഫറൽ ചിലപ്പോൾ അവർ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റും പേസ്റ്റ് ഉപയോഗിക്കും, അവർക്ക് ഒരു ആരോഗ്യം ഉണ്ടാക്കി കൊടുത്തൂടെ? ഇങ്ങനെ റെഫറൽ ടു റെഫറൽ നമുക്ക് മറ്റുള്ള ലിസ്റ്റിൽ നിന്ന് ആൾക്കാർ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൂടാതെ നമ്മളിപ്പോൾ 100 പേരുടെ പേര് എഴുതി, അത് 30 പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, കുറച്ച് ആൾക്കാരുടെ പ്ലാൻ കാണിച്ചു, അപ്പോൾ ആൾക്കാരുടെ എണ്ണം ലിസ്റ്റിൽ നിന്ന് 100 ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ? അല്ലെ, നോ പറഞ്ഞ് രജിസ്ട്രേഷൻ കേട്ട ആൾക്കാരുണ്ടോ? അപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ? ഏഡ് ടു നെയിം എവറി ഡേ. നിങ്ങളുടെ ലിസ്റ്റിൽ ഇപ്പൊ 100 പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കുറച്ച് ആൾക്കാർ പ്ലാൻ കാണിച്ചപ്പോൾ നാളെ വീണ്ടും ഒരു 2 പേര് മിനിമം അവിടെ എഴുതി വെക്കുക, മറ്റന്നാൾ വീണ്ടും ഒരു 2 പേരുടെ പേര് ആഡ് ചെയ്ത് കൊടുക്കുക, അതിന്റെ അപ്പുറത്തെ ദിവസം വീണ്ടും 2 പേര്. അപ്പൊ ഈ പേര് 100 പേര് ലിസ്റ്റ് ഇങ്ങനെ അവിടെ കറക്റ്റായി ലെവലായി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏഡ് 2 നെയിം ഡെയിലി അവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും പ്ലാനിൽ കാണിക്കാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ ലിസ്റ്റ് ബിൽഡിങ്ങിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ. ഈ ലിസ്റ്റ് ബിൽഡിംഗ് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അടുത്തത് ഷോ ദ പ്ലാനും ഇൻവിറ്റേഷൻ അപ്രോച്ചിങ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ഞാൻ പറയും. ഓക്കെ, ഈ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നതും എങ്ങനെയാണ് അവരെ ക്ലോസ് ചെയ്യുന്നത്, നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു വ്യക്തി പ്ലാൻ കേൾക്കുകയാണ്, ഈ നമ്മളെ ഇന്നലെയൊക്കെ കഴിഞ്ഞ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിയുടെ പ്ലാൻ കേട്ട സമയത്ത്, ഇപ്പൊ സ്വപ്ന ഈ പ്ലാൻ കേട്ടു, അല്ലെങ്കിൽ ഗീത സർവരാജ് മാഡം പ്ലാൻ കേട്ടു, ആ സമയത്ത് തന്നെ അവരെ വിളിച്ച് പറയാണ് എങ്ങനെയുണ്ട് പ്ലാൻ കേട്ടു, ഓക്കെ ആണോ? അപ്പോൾ സ്വപ്ന പറയാം, ആ സാറ് പറഞ്ഞ കേട്ടപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി, ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ തന്നെ ഐഡിയ എടുത്ത് നിങ്ങളൊരു 3000 രൂപക്ക് 4000 രൂപ സാധനം വാങ്ങിച്ചു പറഞ്ഞു അവര് ഞാൻ പറയാ കേട്ടോ എന്നേ പറയത്തുള്ളൂ. കാരണം ചിലപ്പോൾ അവർ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് വിഷമം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ച് വന്നിട്ടുണ്ടാവും. ഒരു 3000 രൂപ അറേഞ്ച് ചെയ്യാൻ, ഒരു 5000 രൂപ അറേഞ്ച് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ അവരോട് നമ്മൾക്ക് പറയേണ്ടത് എന്താണ്? നിങ്ങൾ 1-2 പ്രാവശ്യം ക്ലാസ് കേൾക്കുക, എന്നിട്ട് ഈ ബിസിനസ് മനസ്സിലാക്കുക, എന്നിട്ട് എന്തെങ്കിലും അത്യാവശ്യം വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന കയ്യിലുള്ള പൈസ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചു നോക്കും. അപ്പൊ അവർക്കത് കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓ, കുഴപ്പമില്ല, ഞാൻ വാങ്ങിച്ചോളാം. അപ്പൊ പറയാ, നിങ്ങൾ ഒരു സോപ്പായിട്ട് വാങ്ങിക്കാൻ നിൽക്കണ്ട, അങ്ങനെ കൊറിയർ ചാർജ് 75 രൂപ. ഒരു 1-2 സോപ്പും നമുക്കൊരു മാസം ഉപയോഗിക്കാനുള്ള 3-4 സോപ്പ്, 2 പേസ്റ്റും, ഒന്ന് ചായപ്പൊടി, അങ്ങനെ 1-2 ഐറ്റംസ് വാങ്ങിച്ചാൽ നമുക്ക് കൊറിയർ ചാർജ് അവിടെ മുതലാക്കാൻ പറ്റും. അങ്ങനെ വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ അത് 1500 രൂപക്ക് വാങ്ങിക്കുകയാണെങ്കിൽ കൊറിയർ ചാർജ് ഫ്രീ ഉണ്ട് ഫസ്റ്റ് പർച്ചേസിംഗിൽ. രണ്ടാമത്തെ പർച്ചേസിംഗ് മുതൽ 2500 കൊറിയർ ചാർജ് ഫ്രീ എങ്കിൽ ഫസ്റ്റ് പർച്ചേസിംഗിൽ 1500 ഫ്രീ ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അല്ലെങ്കിൽ ഫസ്റ്റ് പർച്ചേസിങ് 2250 മേലെ ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് പറഞ്ഞു കൊടുത്ത ഒരു 200 രൂപ അടുത്തുള്ള പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും, ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തി അത് അത്രയും പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ സാധ്യത. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ കൊണ്ട് വാങ്ങിച്ചോ, അല്ലെങ്കിൽ ഒരു സോപ്പും പേസ്റ്റ് മാത്രം വാങ്ങിക്കുന്ന പൈസ ഉള്ളെങ്കിൽ ഞാൻ ആ ഷോപ്പിൽ നിന്ന് ബില്ല് അടിച്ച് പോസ്റ്റ് ഓഫീസിൽ വഴി അയച്ചുതരാം, അതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ പോസ്റ്റ് മെമ്മീറ്റ് കൊണ്ടുകൊടുക്കും. അപ്പൊ ആ വ്യക്തിക്ക് പ്രൊഡക്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി, 50 രൂപയുടെ സോപ്പ് വാങ്ങിച്ച് കുളിച്ചിട്ട് ഒറ്റ കുളിയിൽ തന്നെ അവർ ഹാപ്പി ആയിരിക്കും. കാരണം ഞാൻ കൊടുത്ത 50 രൂപ നഷ്ടമായിട്ടില്ല. ഇത്രയും കാലം ഞാൻ 50 രൂപ പുറത്തുനിന്ന് വാങ്ങിച്ച സോപ്പിനേക്കാളും ബെസ്റ്റ് സോപ്പാണ്. അപ്പോൾ ആ സോപ്പ് വാങ്ങിച്ചത് എനിക്ക് പ്രയോജനം ഇല്ലെങ്കിൽ ഈ സോപ്പ് വാങ്ങിച്ചാൽ എനിക്ക് ബിസിനസ് അവസരമുണ്ട്, ഇത് കുഴപ്പമില്ല, ചെയ്യാം. പേസ്റ്റ് ഉപയോഗിച്ചപ്പോൾ നല്ല മാറ്റം, പല്ല് വേദന, പല്ല് പുളിപ്പൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ പേസ്റ്റ് ഉപയോഗിക്കുന്ന എനിക്ക് യാതൊരു തെറ്റുമില്ല, കുഴപ്പമില്ല. അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ അവരോട് നമുക്ക് പറയാം, നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി, നിങ്ങൾ സാധനം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം ലിസ്റ്റ് ഉണ്ടാക്കി സാധനം എന്താ വെച്ചാൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ 14-ാം തീയതിക്കുള്ള ഡേറ്റിൽ എല്ലാ മാസം ചെയ്യാനുള്ള ഓഫർ ഉണ്ട്. ഈ ഓഫറുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്കൊരു തീരുമാനം എടുക്കാനുള്ള സമയം കൊടുക്കണം ഫോളോ അപ്പിൽ. പല ആൾക്കാരും ആരെങ്കിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസിംഗിലേക്ക് PV കയറാൻ വേണ്ടിയിട്ട് വെപ്രാളം കാണിക്കുന്നതാണ്. ജോയിൻ ചെയ്ത് ഉടനെ PV കയറ്റാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർക്ക് വെപ്രാളം. എന്താ പ്രയോജനം? ഇപ്പൊ സ്വപ്ന വന്നു, അല്ലെങ്കിൽ ഗിരീഷ് ഭായി വരുവാണ്, ബിസിനസ്സിൽ വരുവാണ്, ഞാനിപ്പം പറയാണ് 100 പോയിന്റ് സാധനം വാങ്ങിച്ചോ. അദ്ദേഹം തിരക്ക് പിടിച്ച് 100 പോയിന്റ് സാധനം വാങ്ങിക്കി, ഇത് ഉപയോഗിക്കാൻ പോലും സമയമുണ്ടല്ലോ, അദ്ദേഹത്തിന് മീറ്റിംഗ് അറ്റൻഡ് സമയമുണ്ടല്ലോ, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അറിയത്തില്ല. ഇദ്ദേഹം സൈഡിലാണ് ഉപയോഗിക്കുന്ന കോൾഗേറ്റും ഗ്ലോസും ഉപയോഗിച്ചുകൊണ്ടിരിക്കും.
അത് തീരുമ്പോൾ വീണ്ടും അതിനെ വാങ്ങിച്ചുകൊണ്ട് ഇതവിടെ സൈഡിൽ വീട്ടിൽ അടി കിടക്കും. ഒരു വർഷം കഴിഞ്ഞിട്ട് ആരെങ്കിലും വെസ്റ്റീജ് ബിസിനസ് ഗിരീഷ് ഭായി പറഞ്ഞു, ഗിരീഷ് ഭായി വെസ്റ്റീജ് അല്ലേ, അത് ഞാൻ പണ്ട് ചെയ്തിട്ടില്ല, അത് ഇപ്പോഴും കട്ടിൻ്റെ അടി കിടക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നില്ല, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ബിസിനസിനെ കുറിച്ച് മനസ്സിലായിട്ടില്ല, ആരും അദ്ദേഹത്തിന് മോട്ടിവേഷൻ ചെയ്തിട്ടില്ല, ഇതിൽ എങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുത്തിട്ടില്ല. പ്രൊഡക്റ്റ് എപ്പോഴും വീട്ടിനടി കട്ടിനടി കിടക്കുക. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ആരെങ്കിലും വെസ്റ്റീജ് ബിസിനസ് പറഞ്ഞ് അദ്ദേഹം പറയും, ഓ അത് വെസ്റ്റീജ് അല്ലേ, ഇപ്പോഴും എൻ്റെ കട്ടിൻ്റെ അടിയിൽ ആ സാധനം കിടക്കാം. എന്തിനാണ് സാധനം വാങ്ങിച്ചത്? ഉപയോഗിക്കാനോ വാങ്ങിച്ചത്? കട്ടിൻ്റെ അടിയിൽ വെക്കാനാണോ? നിങ്ങൾ എന്തിനാ സോപ്പ് വാങ്ങിച്ച് കുളിക്കാനാണ്? എന്തിനാ കട്ടിൻ്റെ അടിയിൽ കൊണ്ടുവച്ചത്? 3000-ത്തിന് 30,000-ത്തിന് 40,000-ത്തിന് അല്ല വാങ്ങിച്ചത്. ഒരു 2 സോപ്പ് വാങ്ങിച്ച് അത് കുളിച്ചാൽ തീർന്നില്ലേ? ഒരു പേസ്റ്റ് വാങ്ങിച്ചാൽ പല്ല് തേച്ചാൽ തീർന്നില്ലേ? ഈ രീതിയിലാണ് നമ്മൾ അപ്പോൾ അപ്രോച്ച് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഇന്ന് നമ്മളെ പല നെറ്റ്വർക്ക് കമ്പനി പല ആൾക്കാരും ചെയ്യുന്നത്, ഒരു വ്യക്തിയെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ പിഴിയാനാണ് ശ്രമിക്കുന്നത്. ഞാനും കണ്ടിട്ടുണ്ട്, പാവപ്പെട്ട തൊഴിലുറപ്പിന് വീട്ടമ്മമാര് ഹസ്ബൻഡ് സുഖമില്ലാതെ കിടക്കാം. അപ്പൊ ആ ചേച്ചി ചിലപ്പോൾ കഷ്ടപ്പെട്ടിട്ട് തൊഴിലുറപ്പിന് പോയിട്ടായിരിക്കും ആ കുടുംബം നോക്കുന്നുണ്ടാവും. അവരോടൊക്കെ പോയി പറയാണ്, നിങ്ങളൊരു 1,00,000 രൂപക്ക് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 18,000 രൂപ വരുമാനം കിട്ടും, അതിങ്ങനെ സ്ഥിരം കിട്ടിക്കോളും എന്ന് പറയും. അപ്പൊ ആ ചേച്ചി എന്ത് വിചാരിക്കുന്നത്, ഒരു മാല പണയം വെച്ചിട്ട് പോയിട്ട് 1,00,000 രൂപ പണയം വെച്ചിട്ട് ആ 1,00,000 രൂപക്ക് കുറെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞ ആൾക്കാർ ആ മോട്ടിവേഷൻ ചിലപ്പോൾ ഇതെല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന പ്രതീക്ഷയായിരിക്കും ആ ചേച്ചി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ. 18,000 രൂപ വരുമാനം കിട്ടിയിട്ടുണ്ടോ ആ മാസം മാത്രം, പിറ്റത്തെ മാസം കിട്ടൂല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഉഡായിപ്പുകൾ കമ്പനികൾ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ഇത്രയും ടെക്നിക്കായിട്ട് ആർക്ക് വേണമെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തുടങ്ങിയത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും ബിസിനസ്. 50 രൂപ എടുക്കാൻ പറ്റാത്ത ആൾക്ക് ഉണ്ടാവുന്നത് കുറവാണ്. 50 രൂപയുടെ സോപ്പ് വാങ്ങിക്കാൻ അനുവാദം ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ ലോകത്തുണ്ടോ എനിക്കറിയാം, നമ്മുടെ കേരളത്തിലുണ്ടോ എനിക്കറിയത്തില്ല. ഒരു സോപ്പെങ്കിലും സ്വന്തം ഇഷ്ടത്തിന് കുളിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർക്ക് ഉണ്ടാവോ? ഇല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ ഉണ്ടായിട്ടുണ്ട്. ഒരു സോപ്പ് വാങ്ങിക്കുമ്പോൾ 50 രൂപ കിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്കും ഈ ബിസിനസ്സിൽ വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവര് സ്റ്റാറ്റസ് വെച്ചിട്ട് ഫ്രണ്ട്സിനെ കൊണ്ട് ഒരു സോപ്പും ഹെയർ ഓയിലും വാങ്ങിപ്പിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോലും നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും സ്റ്റാറ്റസ് വെച്ച് ഫ്രണ്ട്സിനെ കൂടി സാധനം വാങ്ങിപ്പിച്ച് നമ്മൾ കോൾഗേറ്റ് ഉപയോഗിക്കാനല്ല ഞാൻ പറഞ്ഞിട്ടോ. അത്ര പോലും ഗതി കെട്ടാൽ പോലും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾ കേൾക്കേണ്ട, ആരെക്കൊണ്ട് സ്റ്റാറ്റസിൽ ഒരു സോപ്പ് വാങ്ങിപ്പിക്കുക, അയാൾ പറഞ്ഞല്ലേ ഞാൻ എന്തെങ്കിലും കോൾഗേറ്റ് ഉപയോഗിക്കുക, ക്ലോസപ്പ് ഉപയോഗിച്ചോളും, ആരെക്കൊണ്ട് ഒരു സ്റ്റാറ്റസിൽ ഒരു സോപ്പ് വാങ്ങിച്ച് വീട്ടിൽ വെറുതെ ഇരിക്കുക, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ആൾക്ക് പോലും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കുന്നുണ്ടോ? ക്ലിയർ ആയോ? അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വേണ്ട. നമ്മൾ വരുന്ന ആൾക്കാർ, ബിസിനസ്സിലേക്ക് വരുന്ന വ്യക്തി, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത വ്യക്തി അടുത്ത മീറ്റിംഗിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾ 1-2 പ്രാവശ്യം കേൾക്കും, മനസ്സിലാക്കും. അങ്ങനെ സ്ഥിരമായിട്ട് മീറ്റിങ്ങിലേക്ക് ഒരു 3-4 പ്രാവശ്യം മീറ്റിംഗ്, 2 മീറ്റിംഗ് 3 മീറ്റിംഗ് ആ വ്യക്തി അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ആ വ്യക്തി ബിസിനസ് ചെയ്യും. ഇപ്പം സ്വപ്ന, സനു, സന്തോഷ്, അതുപോലെ ആരതി, ഇവരൊക്കെ സ്ഥിരമായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. ഇപ്പൊ 3 മീറ്റിംഗ് അവർ അറ്റൻഡ് ചെയ്തു. ഹരിത, ആർഷ, ഇവരൊക്കെ സ്ഥിരമായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്തോ സംതിങ് അവർക്ക് ക്ലിക്ക് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, ഒന്നുകൂടെ കേട്ട് നോക്കാൻ മനസ്സ് കണ്ടിട്ടുണ്ട്. പല ആൾക്കാരും എന്താ പ്രശ്നം, മീറ്റിങ്ങിന്റെ ക്ലാസ് പറയുമ്പോൾ ഇന്ന് തിരക്കാട്ടോ, 9 മണിക്കല്ല, 9 മണിക്ക് പറ്റത്തില്ല, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയം. സ്വപ്നമുണ്ട്, വീട് വെക്കണം, വരുമാനം വേണം, ലക്ഷങ്ങൾ വരുമാനം വേണം, എല്ലാ സ്വപ്നങ്ങളും നേടണം. പക്ഷെ 9 മണിക്ക് മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. അത് 8:45 കൊടുത്താൽ ഭക്ഷണം കഴിക്കത്തില്ല മക്കൾ. അങ്ങനെയാണ് എക്സ്ക്യൂസ്. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസാണ്. എനിക്ക് ഇന്നൊരാൾ മെസ്സേജ് ചെയ്തു, സാറേ 3 ആഴ്ച ഞാൻ ആക്റ്റീവ് അല്ല കേട്ടോ, ഹോസ്പിറ്റൽ കേസ്. ആരാ ഹോസ്പിറ്റലിൽ? തൊട്ടടുത്ത വീട്ടിൽ ആരുമാണ് ഹോസ്പിറ്റലിൽ, തൊട്ടടുത്ത വീട്ടിൽ ആരോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിൽ 3 ആഴ്ചയ്ക്ക് ഒരു ആക്ടിവിറ്റിയും ചെയ്യാതാണ്. ഒരു ആക്ടിവിറ്റിയിലെ ഒരു കമ്മ്യൂണിക്കേഷനിൽ ചോദിച്ച മെസ്സേജിന് റിപ്ലൈ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഒരു 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ഗിരീഷ് ഭായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ വീടിന്റെ അടുത്ത് കല്യാണം ആയതുകൊണ്ട് 2-3 ആഴ്ച ആ ബിസിനസ് അടച്ചു വെക്കും. 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, തൊട്ടടുത്ത വീട്ടിലൊരു കല്യാണമാണ്, 3 ആഴ്ചത്തേക്ക് ബിസിനസ്സും വേണ്ട, അടച്ചു വെച്ച് കല്യാണത്തിന് കുറച്ച് അവരെ സഹായിക്കണം, എൻ്റെ നല്ല ചങ്ങായിന്റെ കല്യാണം എന്ന് വെച്ച് നമ്മൾ ബിസിനസ് അടച്ചു പോകും. 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത വ്യക്തി അതേപോലെ 50 ലക്ഷം രൂപ ഈ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കരുതി നോക്കി. സ്വപ്നയായാലും ആർഷയായാലും ചിന്തിക്കേണ്ടത്, ഞാൻ ഇവിടെ 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് വെസ്റ്റീജ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ കരുതുക, ആ ഫീലിങ്സ് ഉള്ളിലേക്ക് കൊടുക്കുക. 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താണോ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി നിങ്ങൾക്ക് വെസ്റ്റീജിൽ വാങ്ങിക്കാൻ പറ്റും. ആ പ്രയോറിറ്റി ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എളുപ്പം ഏത് ബിസിനസ്സാണ്? 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനാണോ, അല്ലെങ്കിൽ അതൊന്നും ചെയ്യാതെ അതേ വാല്യൂവിൽ ഈ ബിസിനസ് ചെയ്യുന്നതാണോ നല്ലത്? എന്തുകൊണ്ടാണ് ഇതിന് വില കൽപ്പിക്കാത്തത്? ഒന്ന്, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉടായ്പകൾ കമ്പനികൾ കണ്ട് പേടിച്ചിരിക്കുന്നുണ്ട്. കണ്ട് പേടിച്ചിരിക്കുന്നു വെച്ചാൽ നമ്മൾ കണ്ടത്തരം കാണിച്ചുകൊണ്ടാണ്, നമ്മൾ തട്ടിപ്പിന് തല വെച്ച് കൊടുത്തുകൊണ്ടാണ്.
പാതി വിലക്ക് സ്കൂട്ടർ കിട്ടുമെന്ന് പറയുമ്പോൾ കയ്യിൽ പൈസ ഒന്നും ഇല്ല, പക്ഷെ പകുതിക്ക് സ്കൂട്ടർ കിട്ടുമെങ്കിൽ തൽക്കാലം രേഖ പണയം വെച്ച് കുറച്ച് പൈസ എടുത്ത് സ്കൂട്ടർ വാങ്ങിക്കാൻ നിൽക്കുന്ന ആൾക്കാർ നമ്മളാണ്. രേഖ പണയം വെച്ചിട്ട് പകുതി പൈസയിലെ സ്കൂട്ടറിനാവുള്ളൂ, എന്നിട്ട് വാങ്ങിച്ച് വിറ്റില്ലെങ്കിലും പൈസ ഉണ്ടാക്കാൻ, അതിനകത്ത് 500 ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ നമ്മളാണ്. ആ പൈസ കംപ്ലീറ്റ് നാട്ടുകാർ കൊണ്ടുപോയി നമ്മൾ തല വെച്ച് കൊടുക്കുക, തട്ടിപ്പിന് ഉടായിക്കുന്നു. അപ്പൊ നല്ല കമ്പനികൾ വരുമ്പോൾ, നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ, അത് നല്ലതാണോ മോശമാണോ നോക്കാൻ, മനസ്സിലാക്കാൻ നമ്മൾ സമയം കണ്ടെത്താൻ, പ്രയോറിറ്റി കൊടുക്കുക. ഇതിനെക്കുറിച്ച് അറിയാനുള്ള ഓരോ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. രാവിലെ 6 മണിക്കുള്ള CEP എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ള അവസരങ്ങളാണ്. വിജയിച്ച ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരെ എങ്ങനെ വിജയിച്ചു എന്നുള്ള ക്ലാസ്സുകൾ രാവിലെ തരുന്നത്. 20 മിനിറ്റ് മെഡിറ്റേഷൻ നമ്മളെ ഫുൾ എനർജറ്റിക് മാറ്റും ആ ദിവസം. 20 മിനിറ്റിന് ശേഷം ബാക്കിയുള്ള 40 മിനിറ്റ് ട്രെയിൻഡ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലീഡേഴ്സ് അവർ ഈ ബിസിനസ് എങ്ങനെ ചെയ്യാം, എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഞങ്ങളെ പിടിച്ചു നിർത്താം. അന്നത്തെ ദിവസം മുഴുവൻ ഒരു ബിസിനസ് ചെയ്യാനുള്ള എനർജി മോഡിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ കാര്യം, നല്ല ആരോഗ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. നിങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ ഇഷ്ടത്തോടെ വെസ്റ്റിജിന്റെ ഏത് പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലും നിങ്ങൾ 100% ഹാപ്പി ആയിരിക്കും. 100%. അതിനപ്പുറം ഒരു ശതമാനം ഉണ്ടെങ്കിൽ അത്രയും ഹാപ്പി ആയിരിക്കും ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും. അപ്പൊ നിങ്ങൾക്ക് അവിടെ യാതൊരു ഫീലിങ്സ് വേറെ വരത്തില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. തീരുമാനം സ്ട്രോങ് ആക്കി വെക്കുക. ഒരു കാരണവശാലും ബിസിനസ് കളയും. ആരെങ്കിലും ഇപ്പൊ സ്വപ്ന ഇതും കേട്ട് ഇന്നും കൂടെ കേട്ടപ്പോൾ സ്വപ്നം ഓക്കെ ആയി, നല്ല ഹാപ്പി, കുഴപ്പമില്ല. നേരെ എൻ്റെ നല്ല ചങ്ങായിമാർ സ്ഥിരമായിട്ട് വാട്സപ്പിൽ സംസാരിക്കുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വാട്സപ്പിലൊക്കെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ക്ലാസ്മേറ്റ്സ് ഉണ്ടാവും. അവളെ വിളിച്ച് പറയാണ്, ഞാൻ ഒരു സംഭവം ചെയ്യുന്നുണ്ട് കേട്ടോ, നീ ചെയ്യുന്നു. അവൾ ഏതെങ്കിലും ഫിജി കാർഡിലോ മൈ ലൈഫിലോ കൊണ്ട് പൈസ കളഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും സ്വപ്നം വിളിച്ച് പറഞ്ഞിട്ടോ, അപ്പൊ തന്നെ വിളിച്ചാൽ ഇതുപോലത്തെ കുറേ ഉണ്ട് കേട്ടോ. ഈ വെറുതെ ആവശ്യമുള്ള പണിക്ക് പോകേണ്ട, ഒന്നും കിട്ടില്ല. അത് മേലെ ലീഡർമാർക്ക് മാത്രം പൈസ കിട്ടും, നമുക്ക് കിട്ടില്ല. സത്യസന്ധമായിട്ട് അവർ പറഞ്ഞു, അവർ കള്ളത്തരം പറഞ്ഞല്ല. പല കമ്പനികളിലും മേലെ ലീഡർ മാത്രമേ പൈസ കിട്ടുള്ളൂ. ആ ലീഡർമാരാണ് നിങ്ങളുടെ 30,000 സാധനം പർച്ചേസ് ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് ആ ലീഡർമാർക്ക് പൈസ കിട്ടും. ഇവർ പാവത്തുകൾ വിറ്റ് നടക്കും. ലാസ്റ്റ് സാധനം വിറ്റ് നടക്കുന്ന ആൾക്കാരോ എനിക്കൊന്നും കിട്ടിയില്ല പറയുമ്പോൾ അവർ പറയും, നിങ്ങൾ താഴെ ആൾക്കാരെ ജോയിൻ ആക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ. നമുക്കൊക്കെ വരുമാനം കിട്ടുന്നുണ്ടല്ലോ. കാരണം നിങ്ങൾ 30,000 വാങ്ങിച്ചപ്പോൾ എനിക്ക് വരുമാനം കിട്ടിയെന്നല്ല പറയാം. നമുക്കൊക്കെ വരുമാനം, നമ്മളെ വരുമാനം കണ്ടോ, ഇതേ പറയത്തുള്ളൂ. ഞാൻ ഒരിക്കലും എൻ്റെ വരുമാനം കാണിക്കാറില്ല. എൻ്റെ കൂടെ വർക്കുന്ന ഭീമ മാഡത്തിൻ്റെയും നീതു മാഡത്തിൻ്റെയും അതുപോലെ ഷാവുൽ സാറിൻ്റെയും റിയാസ് ഖാൻ്റെ ഒക്കെ വരുമാനം 50,000 30,000 ഞാൻ കാണിച്ചു കൊടുക്കാറില്ല. എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് എന്നോടൊപ്പം കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്ത വരുമാനം ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. അല്ല എൻ്റെ വരുമാനം കാണിച്ചു കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ എല്ലാം പറയും. കൂടെ കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്ത്, കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്ത്, കഴിഞ്ഞ മാസം ജോയിൻ ചെയ്തിട്ടുള്ള വരുമാനം ഞാൻ കാണിച്ചു കൊടുക്കണം. ഇതാണ് വെസ്റ്റീജ് കമ്പനിയുടെ മഹത്വം. താഴെ നിൽക്കുന്ന ജോയിൻ ചെയ്ത വ്യക്തിക്ക് തൊട്ട് വരുമാനമുണ്ട്. വരുമാനം കംപ്ലീറ്റ് മേലോട്ട് പോകുന്ന ബിസിനസ് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പല ആൾക്കും താല്പര്യം. മാഗ്നസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, നല്ല പ്രൊഡക്റ്റാണ്. പക്ഷെ അത് വാങ്ങിക്കാൻ പൈസ വേണ്ട. സ്റ്റാറ്റസ് ഇട്ട് ഓർഡർ പിടിച്ചാൽ മതി. ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു 100 ലാഭമാണ്. അപ്പം നമ്മളെന്ത് കഴിക്കും, സ്വപ്നം കഴിക്കുക, പൈസ ഒന്നും കയ്യിൽ നിന്ന് കളയണ്ടല്ലോ. ആരെങ്കിലും ഓർഡർ കിട്ടിയാൽ അവർ അഡ്രസ്സിലേക്ക് അയച്ചാൽ മതി, 100 രൂപ നമുക്ക് കിട്ടും, അല്ല 120 ലാഭം കിട്ടും. അപ്പോൾ എളുപ്പം ചെയ്യാൻ എളുപ്പം, കയ്യിൽ നിന്ന് പൈസ ഒന്നും പോവില്ല, ഓർഡർ കിട്ടിയാൽ മതി. ഈ ചിന്തയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. എത്ര കാലം സ്റ്റാറ്റസ് ഇടുന്നു. ഞാൻ ഇപ്പം സ്റ്റാറ്റസ് ഇട്ട് ഇന്ന പോലെ ഒരു സോപ്പ് ഒരാൾക്ക് കൊടുത്തില്ല. ഞാൻ ഇനി മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് എല്ലാ മാസവും പൈസ വരും. ഈ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് പൈസ വരും. ആ ലെവലിലേക്കുള്ള ബിസിനസ്സായി മാറിക്കഴിഞ്ഞു. 4 വർഷമായിട്ട് ബിസിനസ്സാണ്. അപ്പൊ ഇതിന്റെ സാധ്യതകൾ തിരിച്ചറിയാൻ ശ്രമിക്കുക, ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എങ്ങനെ ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ബിസിനസ് വിജയിക്കാനുള്ള ഏറ്റവും ഷോർട്ട് കട്ട്, നിങ്ങൾ ആര് വേണമെങ്കിൽ ചോദിച്ചോ, ഇതിൽ വിജയിക്കാനുള്ള ഷോർട്ട് കട്ട് എന്താ. നിങ്ങൾ ഷോർട്ട് കട്ട് അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയെ കോൺടാക്ട് ചെയ്യാം. എല്ലാ ദിവസവും അങ്ങോട്ട് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എപ്പോഴാണോ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്നത്, ഒരു ഹായ് കൊടുക്കുക, സംസാരിക്കുക. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ അപ്ലൈൻ ലീഡർ, ആക്റ്റീവ് അപ്ലൈനറാണോ, അവരുടെ നമ്പർ വാങ്ങിക്കുക, അവരായിട്ട് സംസാരിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി ചിലപ്പോൾ ഇന്നലെ രാത്രി ജോയിൻ ചെയ്തായിരിക്കും, അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് ജോയിൻ ചെയ്തേക്കും. നിങ്ങളെ മോട്ടിവേഷൻ ചെയ്യേണ്ട കഴിവൊന്നും അവർക്കുണ്ടാവില്ല, ഇതിൽ പിടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് അവർക്കുണ്ടാവില്ല. തൊട്ടടുത്ത് അപ്ലൈൻ ആണോ അവരുടെ നമ്പർ വാങ്ങിക്കുക, അവരായിട്ട് സംസാരിക്കുക. അപ്പോൾ ആ വ്യക്തിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയും, ഞാനും ബിസിനസ് വന്നിട്ട് 2 മാസമായിട്ട്, നിങ്ങൾ ഇത് ഷാജി സാറിൻ്റെ നമ്പർ, അല്ലെങ്കിൽ ഭീമാ മാഡത്തിൻ്റെ നമ്പർ, അല്ലെങ്കിൽ ഇന്ന ആളെ നമ്പർ, നീതി മാഡത്തിൻ്റെ നമ്പർ, ഇവരെ വിളിച്ചാൽ ഇവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാ, അവർക്കൊരു മെസ്സേജ് അയക്കുക, അവരെ സഹായിക്കും, സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരുമായിട്ട് കണക്ഷനായി, നിങ്ങൾക്ക് എല്ലാവരുമായിട്ട് സംസാരിക്കാൻ പറ്റും, എല്ലാവരുടെ നോളജ് നമ്മളിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ പഠിച്ച ഒരു സ്റ്റുഡൻറ്, LKG സ്റ്റുഡൻറ്റിനെ പോലെ ഈ ബിസിനസ് മനസ്സിലാക്കുക. നിങ്ങളെല്ലാവരും ഒരു അറിവും വേണ്ട, നിങ്ങൾക്ക് വേറെ പുറത്തുള്ള നോളജ് നമുക്ക് വേണ്ട. ഇതൊരു LKG സ്റ്റുഡൻ്റായി നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കുറച്ചൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടോ, എന്തെങ്കിലും ഉപകാരമായി മാറിയിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു.
37 പേര് ഇപ്പോഴും ഉണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ ഞാൻ സമയം തരാം, അൺമ്യൂട്ട് ആക്കി തരാം. എന്തെങ്കിലും ക്ലാരിറ്റി വേണം? എല്ലാവരും അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും? സ്വപ്ന, ഒന്ന് വളരെ സന്തോഷം. നിങ്ങൾ വീഡിയോ ഓണാക്കി നല്ല പോസിറ്റീവായി ഇരുന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ആ ഒരു എനർജിയാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. ശരി, അതുപോലെ ഗിരീഷ് ഭായിക്കും താങ്ക് യു. കാരണം ഒരാൾ വീഡിയോ ഓണാക്കിയിരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കുന്ന നല്ലൊരു പോസിറ്റീവ് എനർജി, ആ എനർജിയാണ് ഇപ്പോൾ കംപ്ലീറ്റ് എനിക്ക് കിട്ടിയത്. പറ്റുവാണെങ്കിൽ നിങ്ങൾ ഏത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ 9 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ചെയ്യാനും പഠിക്കാനും വരുന്ന വ്യക്തിയാണ്. അത് നിങ്ങൾ അവിടെ ഉള്ളതായ ഒരു പ്രസന്റ് കാണിച്ച് അറ്റൻഡ് ചെയ്യുക. ചിലപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അവർ ഭക്ഷണം കൊടുത്തോ വീഡിയോ ഓഫ് ആയിക്കോ. അല്ല, നിങ്ങൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന വ്യക്തിയെ വീഡിയോ ഓഫ് ആയി കുഴപ്പമില്ല. നിങ്ങളൊരു സ്ഥലത്ത് ഇരിക്കുവാണെങ്കിൽ വീഡിയോ ഓണാക്കി ഇരുന്ന് കഴിഞ്ഞാലോ നിങ്ങളുടെ ശ്രദ്ധ കംപ്ലീറ്റ് ഇതിലോട്ട് വരും. ഇല്ലെങ്കിൽ നിങ്ങൾ മേലോട്ടും താഴോട്ടും സൈഡിലൊക്കെ നോക്കി ഞാൻ പറഞ്ഞ ഒന്നും ഇമ്പോർട്ടൻസ് കാര്യമൊന്നും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ പഠിക്കാൻ വന്ന വ്യക്തിയാണ്, ശ്രദ്ധയോടെ ഇരിക്കും. പറ്റുവാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ അവർ എവിടെയും ശ്രദ്ധിക്കാതിരിക്കും. അപ്പോൾ ആ ഒരു നല്ലൊരു മൈൻഡ് സെറ്റ് നമ്മുടെ മനസ്സിലേക്ക് വരും, ബിസിനസ് പഠിക്കാം. ഇന്നത്തെ തന്നെ എൻ്റെ എനർജി മൊത്തം ഗിരീഷ് ഭായിനെയും അതുപോലെ സ്വപ്നേനെയും കണ്ട എനർജിയാണ്. അവർ രണ്ടാളും കണ്ട് ഞാൻ സംസാരിച്ച മുഴുവൻ. കാരണം രണ്ടുപേരെങ്കിലും കാണുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഉൾക്കൊള്ളുന്നുണ്ടെന്നല്ലോ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണം? എന്തെങ്കിലും ക്ലാരിറ്റി വേണം? ഞാൻ ഈ ഹലോ സാർ. പറയൂ ആൽവി, ഹലോ. പറഞ്ഞു കേൾക്കാം. പിന്നെ അല്ല, ഞങ്ങൾ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്തെ നമ്മുടെ അപ്ലൈസ് ആണോ നമുക്ക് ചെയ്തിരുന്നത്, അല്ല നമുക്ക് തന്നെ ഈ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ലിങ്ക് ഒക്കെ തന്നിട്ടുണ്ടല്ലോ, നമുക്ക് പിന്നെ ചെയ്യാം, നമുക്ക് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് അപ്പൊ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ, അവരാണ് ചെയ്തിരിക? അല്ല, നമുക്ക് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായി. പക്ഷെ അപ്പൊ ചിലപ്പോൾ ആദ്യമായിട്ട് വരുന്ന വ്യക്തി അബദ്ധങ്ങളൊന്നും കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒന്നും ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആദ്യമായിട്ട് വരുന്ന ചിലപ്പോൾ ഒന്നും അറിയാതെ ഓൺലൈൻ പർച്ചേസിങ് അറിയാത്ത വ്യക്തികളുണ്ടാവും. അല്ലെ, അവർക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അല്ല, നിങ്ങൾക്ക് ചെയ്യാം. മീഷോയിലും ആമസോണിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയാണ്, ഈസിയാണ്, വളരെ സിമ്പിളാണ് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അങ്ങനെ അതിന്റെ ചെയ്താൽ മതി അല്ലേ? റെക്കോർഡിംഗ് വീഡിയോ പർച്ചേസ് ചെയ്യുന്ന റെക്കോർഡിംഗ് സെഷൻ ഉണ്ട്, അതൊക്കെ അയച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് നോക്കി പർച്ചേസ് ചെയ്യാം, സിമ്പിളാണ്. ആ ആ ശ്രദ്ധിച്ച് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം, നമ്മൾ ചെയ്താലോ എല്ലാം നിങ്ങൾ ചെയ്യാനുള്ള കാര്യം. ഐഡിയ എടുക്കാനും താഴെ ഒരു വ്യക്തി ജോയിൻ ചെയ്യിപ്പിക്കലും എല്ലാം ഇത് ഒരു 100% ഡ്യൂപ്ലിക്കേഷൻ ആണ്. ആരതി എപ്പോഴാണോ ആ ബിസിനസ് പഠിക്കുന്നത് അവിടെയാണ് എന്റെ ബിസിനസ് ലാഭം കേട്ടോ. ആ ആ ഇപ്പൊ അപ്പൊ അതിൽ തന്നെ എനിക്ക് എല്ലാം അറിയാൻ പറ്റൂല്ലേ, എന്റെ പി വി എത്രയാണെന്നും മറ്റേതൊക്കെ? മാക്സിമം പഠിക്കാൻ ശ്രമിക്കാതെ. ഇതിപ്പോ നിങ്ങൾ എന്ത് ഓ, ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് ഇത് ഇയാളെ ചെയ്യണം എനിക്ക് ചെയ്യാൻ പറ്റൂല, ഞാൻ ചെയ്തോളാം എന്ന് പറയാനുള്ള ഇത് കാണിക്കാം കേട്ടോ. അയാൾക്ക് ചെയ്യാൻ ഓ, പറ്റും, ഓ, അയാളെ പോലെ തന്നെ വ്യക്തി ഞാനുമാണ്. അല്ല, ചിലപ്പോൾ ആ അദ്ദേഹത്തിനേക്കാളും വിദ്യാഭ്യാസം നിങ്ങൾക്ക് കൂടുതലുണ്ടാവും, കഴിവ് കൂടുതലുണ്ടാവും, ഉം, പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ല എന്നേ ഉള്ളൂ. അത് അറിയാൻ ശ്രമിച്ചാൽ ആ പോരെ. ഓക്കെ. എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക, നമ്മൾ ഒന്നിനും ബാക്ക് അടിക്കാതിരിക്കുക. എനിക്ക് ഇങ്ങനെ നിങ്ങൾ എന്നെ വാക്ക് കേട്ട് ഞാൻ ഇങ്ങനത്തെ സംസാരിക്കുന്ന വ്യക്തിയല്ല കേട്ടോ. സ്കൂളിലൊക്കെ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ മിണ്ടത്തില്ല. ടീച്ചർ എന്താ പറഞ്ഞത് കേൾക്കും, അവസാനം സൈൻ ചെയ്ത് ഇങ്ങനെ വരുത്തുക. ഒരക്ഷരം ഇല്ലാത്ത വ്യക്തി, അത്രയും സൈലന്റ് പാവാ ഞാൻ. പക്ഷെ ഇന്നിങ്ങനെ സംസാരിക്കുന്നത് ഈ ഒരു ബിസിനസ്സാണ്, ഉം, എന്നെ കൈപിടിച്ച് വരുത്തിയ ബിസിനസ്സാണ്. കാരണം ഞാൻ എൻ്റെ കമ്പനിയിലൊക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷെ പ്രൊമോഷൻ വരുന്ന സമയത്ത് അവിടെയുള്ള മുതലാളി സൂപ്പർവൈസർമാരുടെ ബന്ധക്കാരനും അളിയനും മരുമോനൊക്കെ പ്രൊമോഷൻ വാങ്ങിച്ചു പോയി, ഞാൻ അടന്ന് കിടന്ന് പണിയെടുത്തുകൊണ്ടിരിക്കും. എത്ര സങ്കടം എന്ന അവസ്ഥ, ഒരാൾ പോലും കൈപിടിച്ച് നമ്മൾ ഉയർത്താറില്ല. പക്ഷെ ഈ ഒരു ബിസിനസ് വന്നപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ അവരെന്നെ പൊക്കി പൊക്കി കൊണ്ടുവരിക. ഞാനിങ്ങനെ ഇപ്പൊ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ലീഡറാണ്. നിങ്ങൾ ഈ വെസ്റ്റേജ് കമ്പനിയിലെ ഏതെങ്കിലും ഔട്ട്ലെറ്റ് ഡൽഹിയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ ഹൈദരാബാദിൽ പോയി കഴിഞ്ഞാൽ ഷാജി മിത്തൽ എന്ന വ്യക്തിയുടെ ടീമിലാന്ന് പറഞ്ഞാൽ അറിയും. ആ ലെവലിലേക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അവസരം എനിക്ക് ജീവിതത്തിൽ കിട്ടി. ഓരോ അവസരം എനിക്ക് കൈ ഒരാൾ ഉയർത്താൻ നമുക്ക് തന്നിട്ടില്ല ഈ ബിസിനസ്സിൽ. ചെറുതായിട്ട് ഇപ്പൊ ഇന്നലെ ഒരാൾ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല അടിപൊളി വോയിസ് ആണ്, നിങ്ങൾക്ക് ഈ ബിസിനസ് പ്രസന്റേഷൻ ചെയ്യാൻ നല്ല കഴിവുണ്ട്. അപ്പൊ ആ കേൾക്കുന്ന വ്യക്തിക്ക് എന്തൊരു ഉത്സാഹമോ ഒരു അംഗീകാരം കിട്ടുകയാണ്. ഇവിടെ ഉയർത്താൻ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് ആരെയും പഠിക്കാൻ ശ്രമിക്കുക. എന്ത് വേണമെങ്കിലും പഠിപ്പിച്ചിരും കുഴപ്പമില്ല. നിങ്ങൾ എൻ്റെ നമ്പർ വാങ്ങിച്ച് എനിക്ക് മെസ്സേജ് അയച്ചോ, എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് അയക്കും. കാരണം രാവിലെ 4 മണിക്ക് എടുത്ത് മൊബൈൽ കയ്യിൽ വെച്ച് രാത്രി 12 മണി വരെ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും. അതിൽ കുളിക്കാൻ പോകുന്ന സമയത്ത് മാത്രം ഫോൺ താഴെ വെച്ച് പോകും, അല്ലാതെ ഒരു സമയത്ത് പോയി എൻ്റെ ഫോൺ താഴെ ഉണ്ടാവില്ല. നിങ്ങൾ ആരോട് വേണം ചോദിച്ചാൽ എൻ്റെ മെസ്സേജ് റിപ്ലൈ വൈകത്തില്ല. ഈ ഒരു മീറ്റിങ്ങിന് 1 മണിക്കൂർ മിസ്സായി റിപ്ലൈ കിട്ടില്ല. ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുക്കും, സ്പോട്ടിൽ റിപ്ലൈ കൊടുക്കും. അത്രയ്ക്കും കമ്മിറ്റഡ് ആണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എൻ്റെ നമ്പർ വാങ്ങിക്കാം, എന്നെ കോൺടാക്ട് ചെയ്യാം. ദയവ് ചെയ്തിട്ട് പ്രൊഡക്റ്റിന്റെ പ്രൈസ് ചോദിക്കാനും പിക്ചർ അയക്കാൻ എന്നെ വിളിക്കരുത്, കാരണം അതൊന്നും എനിക്ക് സമയം കിട്ടത്തില്ല. പല ആൾക്കാരും ഫോട്ടോ അയച്ചു തരാൻ പറ്റിയ പ്രൊഡക്റ്റിന്റെ ഫോട്ടോ അതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചോദിച്ചാൽ മതി. ഈ ബിസിനസ് പഠിക്കാനും വളരാനും വരുമാനം കൂടാനുള്ള സംശയങ്ങളൊക്കെ എന്നോട് ചോദിച്ചാൽ മതി.
ഇതിന്റെ പിക്ചറും കാറ്റലോഗും അതൊക്കെ നിങ്ങളുടെ ലീഡർമാർ അയച്ചിരുന്നു. കാരണം അങ്ങനെയൊക്കെ എന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് സമയം തികത്തില്ല. എന്നെ യൂസ് ചെയ്യണം, നല്ലൊരു അപ്ലൈ ഒരു മെൻറ്റർ എന്ന രീതിയിൽ എന്നെ യൂസ് ചെയ്യുക. ബിസിനസ് വളരാനും വരുമാനം കൂട്ടാനുമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പഠിക്കും. എനിക്ക് അങ്ങനെ ഒരു മടിയില്ല നടത്തും. പിന്നെ നമ്മളെ കമ്പനി ഈ തിങ്കളാഴ്ച മുതൽ, നാളെ മുതൽ പ്രൊഡക്റ്റിന്റെ പ്രൈസ് വീണ്ടും കുറച്ചിട്ടുണ്ട്. കാരണം ഗവൺമെന്റ് ടാക്സ് കുറച്ചു. അതിന്റെ ഭാഗമായിട്ട് കമ്പനി പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറച്ചിട്ടുണ്ട്. ഇന്നലെ വരെ 72 രൂപക്ക് വാങ്ങിച്ച പേസ്റ്റ് 9 രൂപ കുറഞ്ഞു, 63 രൂപ ആയിട്ടുണ്ട്. എല്ലാത്തിനും, എല്ലാ സാധനത്തിനും പ്രൈസ് കുറഞ്ഞു. അത് വളരെ ഹാപ്പിയാണ്. കാരണം നമ്മുടെ കമ്പനി ഗവൺമെന്റിന് എന്താണോ ആവശ്യമുള്ളത് അതനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന കമ്പനി. ഗവൺമെന്റ് പറഞ്ഞു സാധനത്തിന് വില കുറക്കാൻ പറഞ്ഞു. നമ്മുടെ കമ്പനി സ്പോട്ടിൽ ഇന്നലെ 2 ദിവസം ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എല്ലാ സാധനത്തിനും വില കുറച്ചു. അത് ഇപ്പൊ മാർക്കറ്റിൽ കടയിലുള്ള സാധനത്തിന്റെ അതേ പ്രൈസ് അവിടെ കാണിക്കും, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് വില കുറച്ച പ്രൈസ് കിട്ടും. പുതിയ ലോഞ്ച് ചെയ്ത് ഇറങ്ങി വരുന്ന മാനുഫാക്ചറിങ് കഴിഞ്ഞ് വരുന്ന പ്രൊഡക്റ്റിൻ്റെ അകത്ത് പുതിയ പ്രൈസ് കാണിക്കണം. നിങ്ങൾക്ക് വില കുറഞ്ഞ് നാളെ തൊട്ട് സാധനം വാങ്ങിക്കാം. നാളെ 9 മണിക്ക് ശേഷം ബില്ലിങ് ചെയ്യാൻ പറ്റും. മാക്സിമം എന്തെങ്കിലും വാങ്ങിച്ച് ഉപയോഗിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. നല്ലൊരു വരുമാനം, നല്ല വരുമാനം ഞാൻ പറഞ്ഞത് ഒരു 5000. ചില ആൾക്കാർ ചിന്തിക്കും ഒരു 5000 കിട്ടിയ ഒരു ആശ്വാസം. ദയവ് ചെയ്ത് 5000, 10000 ആഗ്രഹിക്കാതിരിക്കുക. ആഗ്രഹിക്കുന്നെങ്കിൽ വലുതായിട്ട് ആഗ്രഹിക്കും. 1,00,000 രൂപയെങ്കിലും മിനിമം ആഗ്രഹിക്കുക. 5000-നും 10,000-നും തൊഴിലുറപ്പിന് പോയാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും, വല്ലപ്പോഴും കൂടി പോയാൽ മതി. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞത് 1,00,000 രൂപ മാസ വരുമാനം വാങ്ങിക്കാനെങ്കിലും മിനിമം ആഗ്രഹിക്കും. അത് വേണ്ട, അതിൽ കൂടി നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും. അവസരങ്ങൾ ഷെയർ ചെയ്തു. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പഠിപ്പിച്ചതാണ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ റെഡിയാണ്. എനിക്ക് ഒരു മടിയും. ഇനി എന്തെങ്കിലും ആർക്കും ചോദിക്കണം. ഐഡിയ എടുക്കാത്ത ആൾക്കാർ നാളെ രാവിലെ ശേഷം ഐഡിയ എടുക്കും കേട്ടോ. ഐഡിയ എടുത്തതിന് ശേഷം ഇന്ന് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുക. നാളെ രാവിലെ ആവുള്ളൂ. നാളെ ഐഡിയ എടുക്കുന്ന ആൾക്കാരൊക്കെ നാളെ ഐഡിയ എടുത്തിരും. നമ്മുടെ മെയിൻ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ മീറ്റിങ്ങിന്റെ ലിങ്കുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുന്ന മീറ്റിംഗ് ആയിരിക്കും ആ ഗ്രൂപ്പിൽ വരുന്നത്. അത് ഇപ്പൊ ഇന്ന് നിങ്ങൾ രാവിലെ കാണാണ് 9 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ 9 മണിക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് കുറച്ച് നേരത്തെ പോയിട്ട് ആ കാര്യം കഴിച്ചിട്ട് ആ 9 മണിക്ക് അവിടെ എത്താൻ ശ്രമിക്കാം. ഇപ്പം ഒരാളിങ്ങനെ നമ്മളൊരു വ്യക്തി വിചാരിക്കുക തൊട്ടടുത്തൊരു കല്യാണം ഉണ്ട്. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന സന്ധ്യക്കൊക്കെ പോകുന്ന വൈകുന്നേരം പോകുമ്പോൾ 8:30, 9 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന സമയം ഉണ്ടാവും. കുറച്ച് നേരത്തെ പോയി ഭക്ഷണം കഴിച്ച് അവിടെ പോയി എനിക്കിന്ന് മീറ്റിംഗ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്ന അവിടെ നിന്ന് ഇറങ്ങി വന്ന് 9 മണിക്ക് കറക്റ്റ് നമ്മൾ മീറ്റിംഗ് വീഡിയോ ഓണാക്കി ഒന്ന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ബിസിനസ്സിലുണ്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിച്ചോട്ടോ. ഒരു സമയമായി, ഏകദേശം 1 മണിക്കൂറായി. എന്തെങ്കിലും അറിയണമെങ്കിൽ 2 മണിക്ക് അടുത്ത മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ടാണ്. എന്തെങ്കിലും ആർക്ക് സംശയിക്കണം. സാനു, സന്തോഷ്, ബീന റൈജിയൊക്കെ നമ്മൾ ബിസിനസ് ജോയിൻ ചെയ്ത് കുറേ ദിവസമായില്ലേ. ബീന എന്തിനാ മാറി നിൽക്കണേ? ആ ബീന തന്നെയാണോ? ഇതിൽ മാറി നിന്ന് കഴിഞ്ഞാൽ പ്രത്യേക പ്രശ്നം എന്നറിയോ? ഈ നമ്മുടെ ഭീമ മേഡം 3 വർഷമായി ബിസിനസ് വന്നിട്ട്, ഭീമ മേഡത്തിന്റെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാർ ഇപ്പോഴും ബിസിനസ്സിലുണ്ട്, ഒന്നും ആവാത്ത ആൾക്കാരുണ്ട്. ഭീമ മേഡം ജോയിൻ ചെയ്തിട്ട് 3 വർഷമായെങ്കിൽ അതേ മാസം ജോയിൻ ചെയ്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് മീറ്റിങ്ങിൽ. ഒന്നും ആയിട്ടുണ്ടായില്ല, ഒന്നും ആവാൻ സാധിച്ചില്ല. പക്ഷേ ഭീമ മേഡം ഇപ്പോൾ 50,000 രൂപ വരുമാനം വാങ്ങിക്കുന്ന ഈ വരുന്ന ജനുവരി മാസം ഒരു കാർ വാങ്ങിക്കാൻ പോകും വെസ്റ്റേജിലുള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്ത ദിവസത്തിനൊരു പ്രത്യേകത ഇല്ല കേട്ടോ. ഇപ്പൊ ഇന്ന് ഈ 34 പേര് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഇന്ന് ഈ സെഷൻ കേട്ടെങ്കിൽ ഇതിലൊരു 5-10 പേര് നല്ല ഇതിൽ വിജയിച്ച് നല്ല വരുമാനം, ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്നുണ്ടാവും. ബാക്കി കുറച്ച് ആൾക്കാർ ഇത് കേൾക്കൽ മാത്രമേ ഉള്ളൂ, ആക്ഷൻ ഉണ്ടാവും. കേൾക്കുക മോട്ടിവേഷൻ ആവാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. കേൾക്കുക മോട്ടിവേഷൻ ആവാൻ സുഖമായിട്ട് കിടന്നു. സാറിന്റെ വാക്കുകൾക്ക് ഭയങ്കര രസമുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ആക്ഷൻ കൂടി ചെയ്യാം. ഞാൻ നിങ്ങൾ ആരും മോട്ടിവേഷൻ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ നിങ്ങളത് പഠിപ്പിച്ചു തരിക, മനസ്സിലാക്കി തരിക, അതിനനുസരിച്ച് ആക്ഷൻ ചെയ്യാൻ തയ്യാറാവും. എന്തെങ്കിലും ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം സ്വപ്നം കേട്ടു, സ്വപ്ന ഒരു ഫ്രണ്ടിനോട് പറയാം, ഒരു റിജക്ഷൻ ആണ് വരുന്നെങ്കിൽ നോ പ്രോബ്ലം. നോ കേട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി അടുത്ത ആൾക്കാർക്ക് പോവുക. നോ പറയുമ്പോൾ അടുത്ത ആൾക്കാരിലേക്ക് പോവുക. നമ്മൾ കണ്ടിന്യൂ റിജക്ഷൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എസ് വരുവാണ്. ആ എസ് വരുമ്പോൾ നമ്മൾ എനർജി വർദ്ധിക്കണം. ഏറ്റവും കൂടുതൽ റിജക്ഷൻ കേൾക്കുന്ന വ്യക്തി മാത്രമേ ഇത് വിജയിക്കത്തുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് റിജക്ഷൻ കൂടുതൽ കേൾക്കുന്നത്? കൂടുതൽ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുമ്പോൾ റിജക്ഷൻ കേൾക്കുള്ളൂ, അല്ലേ? ഒരാളോട് നിങ്ങൾ 2 വർഷം വരെ പറഞ്ഞില്ല, റിജക്ഷൻ വല്ലതും കേൾക്കുമോ? ഒരാളോട് 2 വർഷം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, അതുകൊണ്ട് എന്നോട് ഇതുവരെ ഒരാൾ നോ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. എന്നോട് ഇതുവരെ ഒരാൾ നോ പറഞ്ഞിട്ടില്ല. അത്ര ആളോട് പറഞ്ഞു, ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ ലക്ഷ്യം നാളെ ഉച്ചക്ക് 2 മണിന്റെ പ്ലാൻ, ഇന്നിപ്പോൾ 2 മണിക്ക് പ്ലാൻ സമയമായി. നാളെ ഉച്ചക്കത്ത് 2 മണിന്റെ പ്ലാനിൽ ഞാൻ എന്ത് വന്നാലും ഒരാളെങ്കിലും കയറ്റും, ഇല്ലെങ്കിൽ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്നില്ല. അങ്ങനെ തന്നെ ശപഥം ചെയ്തു. നാളത്തെ 2 മണിയുടെ പ്ലാനിൽ ഒരാൾ കയറിയില്ലെങ്കിൽ ഞാൻ ഉച്ചക്കത്തെ ചോറ് കഴിക്കത്തില്ല.
രാത്രി 9 മണി പേരിൽ ഒരാളെ കയറ്റിയില്ലെങ്കിൽ ഞാൻ രാത്രിയത്തെ ഭക്ഷണം കഴിക്കത്തില്ല. വിശക്കുമ്പോൾ നിങ്ങൾ ഓർത്തോളൂ, ആൾക്കാർ വന്നോളൂ. ഒരു 4-5 പേര് ജോയിൻ ചെയ്ത് ഞാൻ ടീം പറക്കും അങ്ങനെ. ഓക്കെ, വേറെ ഒന്നും ആരും സംശയം ചോദിക്കാത്തതുകൊണ്ട് ഞാൻ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ പങ്കെടുത്ത ലാസ്റ്റ് വരെ ഇരുന്ന് എല്ലാവരും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്ത കാര്യം കുറച്ചൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും ഈ സമയത്ത് ഒരു 12:30 പുതിയ നിങ്ങളോടൊപ്പം ഒരാൾ, ഇപ്പൊ ഇന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും പുതിയ ആൾക്കാരാണ്. അടുത്ത ഞായറാഴ്ച 12:30 നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത ആൾക്കാരായിട്ട് നിങ്ങൾ ഇരിക്കുക. അടുത്ത ഞായറാഴ്ച 12:30 നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത് പുതിയ വ്യക്തിയായിരിക്കും. ഞാൻ ഈ സെഷൻ അല്ല ചെയ്യുക, വേറെ സെഷൻ അടുത്ത ചെയ്യും. അത് ഓരോ ദിവസം ഞാൻ മാറി മാറി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എന്താണ് ഇത് നിങ്ങൾക്ക് തരേണ്ടതെന്ന് തോന്നി അത് ചേർക്കാം. അപ്പൊ അടുത്ത ഞായറാഴ്ച 12:30 നിങ്ങളും നിങ്ങളോടൊപ്പം പുതിയ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിക്കും. വന്നോളൂ. അങ്ങനെ ഓരോ ഞായറാഴ്ച. ഇനി രാത്രി 9 മണിക്കുള്ള സെഷൻ ഈ കമ്പനിയുടെ റീറ്റെയിൽ പ്രൊഡക്റ്റിനെ കുറിച്ചും ഇതിന്റെ ഇൻകം പ്ലാനിനെ കുറിച്ചും 1 മണിക്കൂറിൽ കൂടുതൽ ഞാൻ എടുക്കും. കംപ്ലീറ്റ് സെഷൻ ആയിരിക്കും, വേറെ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല. കംപ്ലീറ്റ് സെഷൻ ഫുള്ള് പ്രൊഡക്റ്റിന്റെ ഗുണം നിങ്ങൾക്ക് ഇന്നായിരിക്കും ഒരു നല്ലൊരു വിശ്വാസത വെസ്റ്റേണിന്റെ പ്രൊഡക്റ്റിലേക്ക് ഉണ്ടാവുക. ആ സെഷൻ കേൾക്കുമ്പോൾ കുറച്ച് വരുമാനത്തെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, എല്ലാവരും അതിലുണ്ടാവണം. 100 പേർക്ക് മാത്രമേ അതിൽ സീറ്റ് ഉണ്ടാവുള്ളൂ. ആദ്യം കയറുന്ന 100 പേർക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് യൂട്യൂബ് ലൈവ് വേണം കിട്ടണം. നിങ്ങൾ എല്ലാവരും പങ്കെടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് യു വെൽ.